السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സ്വഹാബിങ്ങ 313 ആൾമാർ ഉള്ള ഹ്രസ്വ സംഘ നടത്തിയെങ്കിച്ച ബദർ യുദ്ധം. ആ ബദർ യുദ്ധമാണ് ഇസ്ലാമിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആദ്യത്തെ യുദ്ധം. അതിലാണ് മുസ്ലിമീങ്ങും ഇസ്ലാമും ലോകത്തെ ഇസ്സത്തുണ്ടായിടെ അങ്ങളെ ഈമാന്റെ വലിയ ശക്തി കൊണ്ട് അങ്ങക്ക് ഇടി ലോകത്തമേ പിടിച്ചെടുക്കൂ കീഴടക്കൂ സാധ്യമായിട്ട് അതിൽ പിന്നെ വന്നെങ്കിൽ ഇസ്ലാമിക ഹിസ്റ്ററി നിങ്ങൾ നോക്കിയെങ്കിൽ സ്വഹാബിങ്ങളെ കാലത്തിലും അങ്ങനെല്ല വലിയ വിജയത്തിൽ എത്തുക കാരണം എന്തിനാണ് കേട്ടെങ്കിൽ അങ്ങക്ക് നല്ല ഈമാൻ ഉണ്ട്. അതുകൊണ്ട് ഈമാൻ ഇല്ലാണ്ടായെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് വിജയിക്കൂ സാധ്യയില്ല. ഖുർആൻ ചെന്ന പോലെ വൽ അസ്ർ ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ ഇല്ലല്ലദീന ആമനു വഅമിലുസ് സ്വാലിഹാത്ത്. കാലത്തെ പിടിച്ചിട്ട് അള്ളാഹു സാക്ഷി ചെന്നുകൊണ്ടുള്ള മനുഷ്യന്മാരെല്ലാവരും നഷ്ടത്തിലുള്ളാറുണ്ട്. നല്ല ഈമാനുള്ളെങ്കത്തെ ആൾമാരും സൽക്കർമാക്കിയെങ്കത്തെ ആൾമാർ അങ്ങ് അല്ലാത്ത ബാക്കിയിടങ്ങെല്ലാം നഷ്ടപ്പെട്ടിറാറുണ്ട്. അപ്പൊ ഈ രണ്ട് സുഭദ്രമായിട്ട് സ്വഹാബിങ്ങളെ മനസ്സിലിന്ത് അതുകൊണ്ടാണ് അങ്ങ് ബദർ യുദ്ധത്തിൽ എന്തും ആയുധ ഇല്ലാണ്ട് ഭർത്തായിടെ എത്ര വലിയ ശത്രുങ്ങ ഞങ്ങളെ മുന്നിൽ വന്നെങ്കും ഞങ്ങൾക്ക് നേതൃത്വം തരണ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൊണ്ടു ഏത് സന്ദിഗ്ധ പരിസ്ഥിതിയിലും ഞങ്ങൾ ഒരിക്കലും വിട്ടുപോകല ഓടലാൻ ചൊല്ലേ അള്ളാഹുടെ ദീനുക വേനായിട്ട് ഞങ്ങൾ ഹോറാട്ടാക്കുവാൻ ചൊല്ലെങ്കത്തെ ഭദ്രമായ ഈമാൻ ഞങ്ങളെ മനസ്സിലിന്ത് എങ്ങനത്തെ ആമിഷ ഒടിയെങ്കിലും ഒരിക്കലും പതറിപ്പോവാത്തെങ്കത്തെ ഈമാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല കൊടുത്തിട്ടില്ല. അതുകൊണ്ടാണ് അതായിട്ട് ബദറിലെ ഏറ്റവും വലിയ വിജയ. അപ്പോ ആ ബദരീങ്ങളെ ഈമാൻ കണ്ടിട്ടാണ് ഞങ്ങ പാഠം ഉൾക്കൊള്ളനായ. ഞങ്ങൾക്ക് എന്തെങ്കിലും ആരെങ്കിലും ഒരു ആമിഷ ഒടിയറുണ്ടായെങ്കിൽ നിങ്ങൾക്ക് അവകെട്ടിത്തണ്ടേ, അല്ലെങ്കിൽ നിന്റെ കടനാണ് വീട്ടിൽ തണ്ടേ, അല്ലെങ്കിൽ നിന്റെ മക്കളെ നാണ് മങ്ങിലാക്കിടാൻ ചൊന്നെങ്കിൽ ഞങ്ങളെ ആശയ വിട്ടുപോണു മനുഷ്യന്മാരുടെ അടിയുള്ളാറ്. ഏതെങ്കിലും ഒരു ആണ് ഒരു മിസ്കാൾ ആക്കിയിട്ടാകുമ്പോ അല്ലെങ്കിൽ ഒരു പെണ്ണ് മിസ്കാൾ ആക്കിയിട്ടാകുമ്പോ അന്യ പെണ്ണിടൊട്ടിക അന്യ ആണിടൊട്ടിക എല്ലാം വലിച്ചെറിഞ്ഞിട്ട് സ്വന്തം മതത്തെയും ധർമ്മത്തെയും വലിച്ചെറിഞ്ഞിട്ട് ഓടവൂ ഇണ്ടത്തെ യുവ സമൂഹ റെഡിയായിട്ടുണ്ടെന്ന് ചൊല്ലുമ്പോ അതിരർത്ഥ ഞങ്ങളെ ഈമാൻ വലിയ ദൗർബല്യത്തിൽ എത്തിയിട്ടാണെന്ന് അതിരർത്ഥ. ഞങ്ങളെ ഈമാൻ കാത്തു വന്ന് പുടക്ക് മാലിയോണ്ടുണ്ടു. അവനൊന്ന് ചെന്നിട്ടാകുമ്പോ ഞാൻ അവൻ്റെ ഒട്ടിಗೆ പോയെ, ഓണൊന്ന് ഇപ്പുറത്ത് വന്നിട്ട് നന്റെ കാത് ഊതിട്ടാകുമ്പോ ഇതല്ലേ സമാൻ ചൊന്നിട്ട് ഞാൻ ഇപ്പുറത്ത് വന്നേ, നന്റെ ഒട്ടിಗೆ ആറ് എന്തിനു ചൊന്നെങ്കും എല്ലാം സമാൻ ചൊല്ലെങ്കിൽ അവസ്ഥക്ക് ഞാൻ ഇന്റെ എത്തിയോണ്ടുള്ള ഒരു ജനറൽ ആയിട്ട് ഒരു മുസ്ലിം, അതായത് ആരെയും പിന്നെ ഇതാക്കുക പോകണ്ട, ഞാൻ നന്റെ ഒരു ഹാളിൽ ഇങ്ങനെ ചെയ്യിക്കടെ ഏത് വിശ്വാസ എങ്ങനെ അതൊന്നും നോട്ടില്ല. ഒരു ജനറൽ ആയിട്ട് ഞാൻ ഇങ്ങനെ ചെയ്യിക്കലെന്ന് ചൊല്ലെങ്കത്തെ ഒരവസ്ഥ. ഞാനൊരു ഒരു സുന്നത്ത് ജമാഅത്തിലുള്ളെങ്കത്തെ ആളെന്ന് ചൊന്നിട്ടു ധൈര്യ സമയത്തെ ചൊല്ലകൂ ഞങ്ങൾക്ക് പേടിയാവുടെങ്കത്തെ ഒരവസ്ഥ. അതിനർത്ഥ ഞങ്ങളെ ഈമാനത്രയും ദുർബലായി പോയിട്ടാ. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുതൽ ഇന്ന് വരെ ഉള്ള പരമ്പര എന്തിനെന്ന് ചൊന്നെങ്കിൽ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത്. അത് ഞങ്ങൾക്ക് എപ്പോഴും ധൈര്യമായിട്ട് ചൊല്ലകൂ ഞങ്ങളെ കൊണ്ട് സാധ്യമാവണു. ഞങ്ങളൊരിക്കലും അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്ക് മാളിലെങ്കത്തെ ആൾമാർ അങ്ങ് ആവുക തീറ. അപ്പുറത്ത് കുറെ ആൾമാർ അങ്ങനെ ചെന്നിട്ടാകുമ്പോ ആമിഷ തന്നിട്ടാകുമ്പോ ഞാൻ നന്റെ ധർമ്മത്തെയും നന്റെ ആശയത്തെയും വലിച്ചെറിഞ്ഞിട്ട് അങ്ങലൊട്ടിಗೆ ഓടിപ്പോണ്ടെങ്കത്തെ ഒരവസ്ഥ ദുരവസ്ഥ ഉണ്ട് യാറായിട്ടുണ്ടു. അത് ഉണ്ടാവൂ തീര. ബദർ ഞങ്ങൾക്ക് അത് വലിയ പാട്ടായിട്ടിരിക്കരുത്. അഥവാ ഞങ്ങളെ ഈമാൻ ശക്തിയാവണം, ഞങ്ങളെ ഈമാൻ ദൃഢാവണം. ഏത് ബിരുകാളി വന്നെങ്കും ഏത് ചണ്ടമാറുത്ത വന്നെങ്കും ഒരിക്കലും ആടിപ്പോവാത്തെങ്കത്തെ ഇളകിപ്പോവാത്തെങ്കത്തെ നല്ല ഭദ്രമായ കമ്പായിട്ട് വേണം ഞങ്ങളെ ഈമാൻ. അള്ളാഹു ഞങ്ങൾക്ക് തൗഫീഖ് തരട്ടെ. അപ്പൊ ബദറിലെ വലിയ സന്ദേശവും പാട്ട അതായിട്ടിക്കട് ഈമാൻ ചൊല്ല ആ ഒരു ശക്തി ഇന്നെങ്കിൽ ഞങ്ങൾക്ക് എവിടെയും വിജയിക്കുക സാധ്യം ചെന്നിട്ടു ഞങ്ങൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇതിലൂടെ പഠിപ്പാട്ടിക്കൊണ്ടുള്ള ബഹുമാനപ്പെട്ട സ്വഹാബിങ്ങളെ ബഹുമാനപ്പെട്ട ഉമൈർ ഇബ്നുൽ ഹുമാം റളിയല്ലാഹു അൻഹു ബദർ യുദ്ധത്തിൽ ഷഹീദായെങ്കിത്ത മഹാൻ. ആ മഹാന്റെ വിശ്വാസവും ഈമാനും നിങ്ങൾ നോക്കൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ബദർ യുദ്ധത്തപ്പ ഒരു വഅദാക്കിത്ത് വസാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്നത്തിൻ അർളുഹസ് സമാവാതു വൽ അർളു ഉഇദ്ദത്ത് ലിൽ മുത്തഖീൻ. നിങ്ങൾ സ്വർഗ്ഗത്ത് ഓടി വരൂ, അല്ലാഹുവിന്റെ മഗ്ഫിറത്ത് ഓടി വരൂ. സ്വർഗ്ഗം ചെന്നെങ്കിൽ ആകാശഭൂമി രാട്ടി വിശാലമുണ്ട്. അങ്ങനത്തെ വിശാലമുള്ള സ്വർഗ്ഗത്ത് വരും ചെന്ന ഉമൈർ ഇബ്നുൽ ഹുമാം റളിയല്ലാഹു അൻഹു സഫുടെ ചാടിട്ട് വന്നിട്ട് ബഹിൻ യാ റസൂലല്ലാഹ് ചൊന്തു സന്തോഷത്തില് നബിയെ നാനുള്ളാണ്ട് അതിരർത്ഥ. അപ്പോഴാണ് നബി തങ്ങൾ മാ യഹ്മിലുക അലാ ഖൗലിക ബഹിൻ എന്തേ ഉമൈർ നീ ബഹിൻ ചൊന്നിട്ട് ഇങ്ങനെ ഓടി വണ്ടേ. അപ്പോഴാണ്
ബഹുമാനപ്പെട്ട ഉമൈർ റളിയല്ലാഹു അൻഹു ചൊല്ലെ നബിയെ ഞാനത് ഒട്ടാരെ എങ്ങനെ ബൊബ്ബിട്ടിട്ട് ഒട്ടാരെ ചെന്നതു അല്ല റജാ ഇല്ലാ റജാ അൻ നകൂന മിൻ അഹ്ലിഹ നബി തങ്ങ നിങ്ങൾ സ്വർഗത്തെ വിഷയമല്ല ചൊന്നെ അതുകൊണ്ട് സ്വർഗത്തെ ആൾമാരെ കൂട്ടത്തിൽ നക്ക് പെടണമെന്ന് ചൊല്ല അത്യാഗ്രഹം കൊണ്ടാണ് ഞാനത് ചൊന്നുപോയെ അപ്പ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊന്നു ഇന്നക മിൻ അഹ്ലിഹ അപ്പ നീ സ്വർഗത്തെ ആള് അതേ യുദ്ധത്തിൽ മഹാനായ ഉമൈർ ഇബ്നുൽ ഹുമാം റളിയല്ലാഹു അൻഹു ഷഹീദാവുന്നു അപ്പതാണ് നബി തങ്ങ ഇന്നക മിൻ അഹ്ലിഹ ചെന്നപ്പ മഹാനായ ഉമൈർ റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിൽ കുറെ കാരക്കല്ല ഉണ്ട് അതിലെല്ലാം വലിച്ചെറിഞ്ഞിട്ട് എന്നിട്ട് അയാൾ ചൊന്നു ലഇൻ ഹയ്യിതു ഇലാ അൻ ആകുല തമറാത്തി ഹാദിഹി ലഹിയ ഹയാത്തുൻ തവീല നന്റെ ഈ കാരക്ക തിന്നിട്ട് ആവിടത്തോളം ഞാൻ ജീവിച്ചെങ്കിൽ അത് നീണ്ട ജീവിതമായിട്ടിക്കല് കാരണം എനിക്ക് ಬೇಗ മരിച്ചിട്ട് സ്വർഗത്തിൽ എത്തണു അതായിട്ടിക്കല് യഥാർത്ഥ ജീവിത കൂടെ ഞാൻ ഈ കാരക്ക തിന്നോണ്ട് തെച്ചെങ്കിൽ അത് നീണ്ട ജീവിതമായിട്ടിക്കൊണ്ട് എന്നിട്ടു യുദ്ധത്തിൽ ഷഹീദാവുക ഭർത്തായെങ്കിത്ത ഉമൈർ ഇബ്നുൽ ഹുമാം റളിയല്ലാഹു അൻഹു ചൊല്ല ആ മഹാനായ സ്വഹാബി അയാൾക്ക് ഖൈറിനൊട്ടിಗೆ ഇന്ന അത്യാഗ്രഹവും അതുപോലെ അയാൾക്ക് ഇന്നത്തെ ഈമാൻ ഞങ്ങൾ അത്ഭുതപ്പെടുത്തിക്കൊണ്ടുണ്ട് അതുപോലെ എല്ലാ സ്വഹാബിയും അങ്ങനെ ഒരാളായിട്ട് ഉഷാർ മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പോലത്തെ എല്ലാ സ്വഹാബിയും ഉമർ റളിയല്ലാഹു അൻഹു പോലത്തെ എല്ലാ സ്വഹാബിയും അങ്ങനെയുള്ള ബദർ യുദ്ധത്തിൽ ഇന്നാണ് അപ്പൊ അതുകൊണ്ടാണ് ആ ഈമാന്റെ ശക്തിയോടുകൂടെ അങ്ങ് യുദ്ധാക്കിയത് കൊണ്ടാണ് അഹ്ലു ബദർക്ക് വലിയ സ്ഥാന എക്കാലത്തും മുസ്ലിം ലോക കൊടുത്തോണ്ടുള്ള ബദരീങ്ങളെ തവസ്സുലാക്കിയിട്ട് അങ്ങ് എന്തൊരു കാര്യ ദ്വാരന്നെങ്കും അള്ളാഹുടൊട്ടിക്ക് കേട്ടെങ്കും അത് സക്സസ് ആവിടൽ സംശയമേ ഇല്ല അങ്ങനത്തെ 100 ആയിരക്കണക്കിലെ അനുഭവ ഓരോരുത്തരും ചൊല്ലുകൊണ്ട് ബദരീങ്ങളെ പിടിച്ചവനു ഒരിക്കലും പരാജയപ്പെട്ടെങ്കത്തെ ചരിത്രമേ ഇല്ല റളിയല്ലാഹു അൻഹും വറളു അൻഹു അള്ളാഹു അങ്ങളെ തൃപ്തിപ്പെട്ട അതുകൊണ്ട് അങ്ങളെ മധ്യവർത്തിയാക്കിയിട്ട് അള്ളാഹുടൊട്ടിക്ക് ദ്വാരന്നെങ്കിൽ പരാജയപ്പെടുക സാധ്യമേ ഇല്ല അങ്ങനെ വലിയ പവർ അള്ളാഹു സുബ്ഹാനഹു വ തആല കൊടുത്തറ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു നാല് സ്വഹാബിങ്ങ ഉള്ളങ്കത്തെ സദസ്സിൽ ചൊന്തു അലി റളിയല്ലാഹു അൻഹു വിളിച്ചിട്ട് ചൊന്തു ഇതാ നിങ്ങ ഖാഖ് തോട്ട റൗലത്തു ഖാഖ് തോട്ട ചൊല്ല ജാഗിಗೆ പോണു മിഖ്ദാദ് റളിയല്ലാഹു അൻഹു ഉണ്ട് വേറൊരു സ്വഹാബി ഉണ്ട് അവിടെ ഫൈന്ന ബിഹാ ലഈനത്തൻ അവിടെ ഒരു പെണ്ണുള്ള ആള് അവളുടെ കയ്യിൽ ഒരു കടലാസ് ഉണ്ട് അത് എർത്ത പറഞ്ഞു അങ്ങനെ അലി റളിയല്ലാഹു അൻഹു ബാക്കി സ്വഹാബികളെ കൂട്ടിയിട്ട് ഭാരി സ്പീഡിൽ പോയിട്ട് ആ ഹാഖ് തോട്ടത്തെ മുട്ട എത്തിയിട്ട് ആ പെണ്ണവിടെ ഉള്ള ആള് അവളോട്ടേക്ക് കടലാസിക്ക് എടുത്ത് പക്ഷെ അവൾ കൊടുക്കില്ല സുമാർ വട്ടക്ക് എടുത്ത് എങ്ങനെ നിർബന്ധിച്ചും കൊടുക്കില്ല ലാസ്റ്റിക്ക് അവളെ വസ്ത്ര ഊർവാട്ടറന്ന് ചൊല്ലക്കത്തെ ഭീഷണിയായപ്പ അവളെ തലയുടെ മുടിക്കെട്ട് ഇടലെ കടലാസ് എടുത്ത് കൊടുത്താള് അങ്ങനെ ആ കടലാസുമായിട്ട് വേഗ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്നിധാനത്തിൽ അലി റളിയല്ലാഹു അൻഹു വന്ന് നബി തങ്ങളുടെ കയ്യിൽ കൊടുത്തു നോക്കുമ്പോൾ അതിലുണ്ട് ഫൈദാ ഹുവ മിൻ ഹാത്തിബ് ഇബ്നു അബീ ബൽതാത്ത് റളിയല്ലാഹു അൻഹു ചൊല്ല സ്വഹാബിയാണ് ആ കടലാസ് എഴുതിയത് ആർക്ക് മക്കത്തിലുള്ള മുശ്രിക്കീങ്ങളാണ് കടലാസ് എഴുതിയത് സുബ്ഹാനല്ലാഹ് അങ്ങനെ കടലാസ് എഴുതിയപ്പ ഒരു സ്വഹാബി യുഖ്ബിറുഹും ബി ബഅദി അഖ്ബാരി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനത്തുള്ള നബി തങ്ങളുടെ സ്വഹാബികളെ ചില സീക്രട്ട് വിഷയമാണ് ആ കടലാസിലുള്ള അത് മക്കത്തെ മുശ്രിക്കീങ്ങൾ ഇയാൾ തെരിപ്പാട്ടി കൊണ്ടുണ്ട് നബി തങ്ങൾ ഗൊന്തില്ലാണ്ട് അപ്പ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ അയാളൊട്ടിಗೆ ಕೇಳ್ತಿ ಎಂದಿಗೆ ನೀ ಇങ്ങനെ ಸೊರಾಕೆ മഹാൻ ചൊന്ത നബിയെ ഞാൻ ഇസ്ലാമിയുടെ പുറത്തു പോയിട്ടില്ല ഞാൻ അത് എന്തികാക്കിയെന്ന് ചൊന്നെങ്കിൽ മക്കത്തുള്ള നിങ്ങളെ സമ്പത്തും കുടുംബത്തെല്ലാം കാക്കുകയോ നിങ്ങൾക്ക് മക്കത്ത് ആൾമാറുള്ളാറ് കൂടെ ഉള്ള സ്വഹാബികളുടെ മക്കത്ത് കുടുംബമുണ്ട് പക്ഷെ നക്ക് അങ്ങനത്തെ കുടുംബം ആരും ഇല്ല അവിടെ അതുകൊണ്ട് നന്റെ കുടുംബത്തെയും പിന്നെ നന്റെ ആൾമാരെയും നന്റെ സ്വത്തരെയും കാക്കുവാനായിട്ട് ചില മുശ്രിക്കീങ്ങൾ ഞാൻ ഇങ്ങനെ എത്തുവാട്ടിയെങ്കിൽ അങ്ങ് കാക്കുവറത്തറേ ആ ഉദ്ദേശത്തിലാണ് ഞാൻ എന്താക്കിയത് ഇങ്ങനെ കടലാസ് എഴുതിയത് അല്ലാണ്ട് ഇസ്ലാമിയുടെ സീക്രട്ട് വിഷയം ഞാൻ ബയലാക്കിയത് അല്ലാന്ന് ചൊന്നൊരു സത്യ ചെന്നപ്പ അവിടെയാണ് ആ സദസ്സിൽ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മഹാൻ തിരിച്ചു നബിയെ ദഅനി അദ്രിബു ഉനുഖ ഹാദൽ മുനാഫിഖ് ഞാൻ ഈ മുനാഫിഖിന്റെ പെരടി കൊത്തറ നബിയെ നിങ്ങൾക്ക് ഒരു സമ്മതം തരണം എന്ത് സ്വറ ഇയാളാക്കിരെ അപ്പ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെന്ന ಬಳಕ മഹ്ലൻ യാ ഉമറെ അങ്ങനെ പെരടി കൊത്തുകയിട്ടില്ല തെല്ല മുണ്ടದಕ್ಕರು കാരണം ലഅല്ലല്ലാഹ ഖദ് ഇത്തല അലാ അഹ്ലി ബദർ അല്ലാഹു സുബ്ഹാനഹു വ തആല ചിലപ്പോൾ ബദർ സംബന്ധിച്ച ആൾമാരെ മേൽ അല്ലാഹു വെളിവായിട്ടിക്കുക അങ്ങനെ കണ്ടിട്ടിക്കുക എന്നിട്ട് അല്ലാഹു ചൊന്നിട്ടിക്കുക യഅമലു മാ ശീതും നിങ്ങൾ എന്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഞാൻ പുറത്തു തന്നരാൻ ചൊന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ചെന്നിട്ടിക്കുക അതുകൊണ്ട് ബദറിൽ സംബന്ധിച്ച ആൾമാർക്ക് പൂർണ്ണ സമ്മത അല്ലാഹു കൊടുത്തിട്ടിക്കുക നിങ്ങൾക്ക് എന്ത് വേണമെങ്കിൽ അങ്ങോട്ട് യാരും കേൾക്കുക തീരാണ്ട് അല്ലാഹു ചൊന്നിട്ടിക്കുക അതുകൊണ്ട് ഹാത്തിബ് ഇബ്നു അബീ ബൽതാത്ത് റളിയല്ലാഹു അൻഹു ശിക്ഷിക്കുക ആവുല്ലാണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊന്നു ഇതിലൂടെ അഹ്ലു ബദറിന്റെ പവറും മഹത്വവും നമുക്ക് മനസ്സിലാക്കുക സാധ്യമാവുള്ളൂ അഹ്ലു ബദർക്ക് അള്ളാഹു പുറത്തു കൊടുത്തതാണ് മാത്രമല്ല നമുക്ക് എന്തും ആക്കാൻ ചൊല്ലെങ്കത്തെ പൂർണ്ണ സമ്മതി അള്ളാഹു സുബ്ഹാനഹു വ തആല കൊടുത്തിട്ടിക്കുവാണ്ട് വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ലണുണ്ടായെങ്കിൽ അങ്ങനെ ഫളല് ബഹുമാനം നമുക്ക് മനസ്സിലാക്കുക സാധ്യമാവുള്ളൂ അതുകൊണ്ട് ആ അഹ്ലു ബദറിനെ ഞങ്ങൾ തവസ്സലാക്കുന്നു അങ്ങനെ ശരീരവും സമ്പത്തും എല്ലാം പരിശുദ്ധമായ ദീനുകേനായിട്ട് അങ്ങ് ത്യാഗാക്കിയാർ ഹുമുൽ റിജാലു ബല ഹുമുൽ ജിബാലു ബല
കദ്ദഹ്രി ഫീ ഹിമ്മത്തിൻ ബൽ സാദത്തുൻ കുബറ. അങ്ങ യഥാർത്ഥത്തിൽ ആണിങ്ങ അങ്ങായിട്ടിക്கிறாർ. അങ്ങ പർവ്വത സമാനരായ ഹിമ്മത്തുള്ള ആണിങ്ങ അങ്ങ ഈ സമൂഹത്തെ നായക്കന്മാരായിട്ടിക്கிறாർ. وجادوا بأموال وباعوا نفوسهم لدين الهدى في كل موطن غزوتي. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളൊട്ടിಗೆ എല്ലാ യുദ്ധ സമയത്തിലും അങ്ങളെ സമ്പത്തും അങ്ങളെ ശരീരം കൊണ്ട് അങ്ങ് ധർമാക്കിയാർ. ശരീരവും സമ്പത്തും എല്ലാം പരിശുദ്ധമായ ഇസ്ലാമുകനായിട്ട് ത്യാഗാക്കിയിട്ട് ദുനിയാവിലും ആഖിറത്തിലും സ്വർഗത്തിലും അങ്ങ് വലിയ സ്ഥാനം അങ്ങ് കിട്ടിയിട്ട് ഫുസ്തും ബിനിഅമിൻ വൽ ജിനാൻ ഹഖൻ വഖൈറാത്തിൻ ഹിസാൻ മാ മസ്സഹ ഇൻസും വജാൻ യാ അഹ്ല ബദ്രി ശുഹദാ. അങ്ങ് എല്ലാ നിഅമത്തും കിട്ടിയിട്ട് അങ്ങ് സ്വർഗവും കിട്ടിയിട്ട് ഹൂറുൽ ഈൻ ഒരു ജിന്നും ഒരു ഇൻസും തൊടാത്തങ്കത്തെ ലോകത്തെ ഒരു സുന്ദരിക്കും പിന്നെ തുലനാക്കൂ സാധ്യാവാത്തങ്കത്തെ ഏറ്റവും വലിയ സുന്ദരികളും ഏറ്റവും വലിയ സുഖത്തെ ആൾമാറുമായ ഹൂറുൽ ഈൻ ചൊല്ല ആ പെണ്ണുങ്ങളെ കൊണ്ട് അങ്ങ് വിജയിച്ചാറ്. അങ്ങ് സ്വർഗത്ത് എത്തിയാറും ചെന്നിട്ട് മഹാന്മാർ നമുക്ക് പഠിപ്പാട്ടിയാറ്. അതായത് ബദർ മൗലിദ് ബഹുമാനപ്പെട്ട അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു കേരളത്തെ ആളായിട്ടിരിക്കുന്ന അയാൾ ആ മഹാൻ രചിച്ചെങ്കത്തെ ബദർ മൗലിദിലും ധാരാളം ബദരീങ്ങളെ പറ്റിയുള്ള സംഭവം നമുക്ക് കാണുക സാധ്യാവുള്ളൂ. ഇസ്ലാമുകു വലിയ ഔന്നത്യം കൊണ്ടുവന്നെങ്കത്തെ മഹാന്മാരായ ബദരീങ്ങൾ ഞങ്ങളെ സ്മരിക്കാനിട്ട് ഒരിക്കലും നമുക്ക് മുസ്ലിമീങ്ങാനിട്ട് ചൊല്ലുക സാധ്യയില്ല. കാരണം പരിശുദ്ധ പവിത്ര ഇസ്ലാമുകു അവിടെ ഇസ്ലാമുടെ സംസ്ഥാപനക്ക് വേനായിട്ട് ജാവും പോലും ഹോറാട്ടാക്കിയെത്ത മഹാന്മാർ യാതൊരു ആധുനിക സൗകര്യം ഇല്ലാത്ത കാലത്തും നല്ല മനസ്സിലുള്ളെങ്കത്തെ ദൃഢമായ ഈമാൻ കൊണ്ട് ശത്രു വിഭാഗത്തെ സോപ്പാട്ടിയെങ്കത്തെ ആ സ്വാലിഹീങ്ങളായ സ്വഹാബികൾ ഏറ്റവും പ്രധാനമായിട്ട് ഒന്നാമത്തെ നേതാവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അങ്ങളെ സ്മരണയാക്കാണ്ട് ഒരിക്കലും നമുക്ക് യഥാർത്ഥ സുന്നത്ത് ജമാഅത്തിൽ വിശ്വസിക്കലെങ്കത്തെ ആൾമാർക്ക് മുണ്ടതെക്കുക സാധ്യയില്ല. പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു ചെന്ന പോലെ വലഖദ് നസറക്കുമുല്ലാഹു ബിബദ്രിൻ വ അൻതും അദില്ല. എന്തും സൗകര്യം ഇല്ലാണ്ട് ശത്രുങ്ങളെ കണ്ണില് എന്തും ആവലാൻ ചൊല്ലെങ്കത്തെ ഒരവസ്ഥ എന്നിട്ടും അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് ബദറിൽ സഹായിച്ചട. കമ്മിൻ ഫിഅത്തിൻ ഖലീലത്തിൻ ഗലബത് ഫിഅതൻ കസീറ. എത്ര ചെറിയ ചെറിയ വിഭാഗ വലിയ വലിയ വിഭാഗത്തമേ സോപ്പാട്ടി ഞങ്ങളെ ഓടുവാട്ടിലാറും ചൊന്നിട്ട് പരിശുദ്ധ ഖുർആനിൽ ബദറിനെ പറ്റി വിശദീകരിച്ചുകൊണ്ടുണ്ട്. അപ്പൊ ബദറിൽ അള്ളാഹുടെ സഹായത്തോടുകൂടെ മുഅ്മിനീങ്ങളെ നല്ല ഹിമ്മത്തും നല്ല ശക്തമായ ഈമാൻ കൊണ്ട് ഇസ്ലാം ഇവിടെ നിലനിർത്ത് ആ മഹാന്മാരെയാണ് ഞങ്ങ ഇന്ന് സ്മരിച്ചോണ്ടുള്ളേ. അങ്ങളെ തവസ്സുലാക്കിയിട്ട് അള്ളാഹുടൊട്ടിಗೆ ദ്വാർന്നോണ്ടുള്ളേ. അങ്ങളൊട്ടികമേ നേരിട്ട് ഇസ്തിഗാസ സഹായ കേട്ടോണ്ടുള്ളേ. ഇതെല്ലാം സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസമായിട്ടിക്കട്. ബഹുമാനപ്പെട്ട ഇമാം ഷാലിയാത്തി റഹ്മത്തുള്ളാഹി അലൈഹി വലീഫത്തു ഷാലിയാത്തി മൂപ്പരെ ബദരീങ്ങളെ പേര് വിളിക്കുമ്പോ നല്ലൊരു വലീഫ മൂപ്പർ ഉണ്ടാക്കിയത് ഭാരി നല്ല ഉണ്ടത് ഷാലിയാത്തിലെ വലീഫ. അതില് ബദരീങ്ങളെ തവസ്സുലാക്കിയിട്ട് ഇങ്ങനെ ദ്വാർന്നിട്ട് ലാസ്റ്റ് നല്ലൊരു ദ്വാ കൊണ്ടാണ് അത് ഉണ്ടാക്കല്. അതുപോലെ മഹാന്മാർ ചെമ്മ അഹ്ലു ബദർക്ക് ചെമ്മ ഹിദ്മത്താക്കിയെങ്കത്തെ മഹാന്മാരുള്ളത് തഅജീലുൽ ഫുതൂഹ് ചൊന്നിട്ടു ബദരീങ്ങളെ പേര് ഇങ്ങനെ ചൊന്നിട്ടു തവസ്സുലാക്കി ചൊല്ലെങ്കത്തെ നല്ല ബൈത്തുണ്ട്. അതുപോലെ അസ്ബാബുൻ നസ്ർ ബി അസ്ഹാബിൽ ബദർ ചൊന്നിട്ടു ബഹുമാനപ്പെട്ട കേരളത്തിൽ അടുത്ത് മരണപ്പെട്ടു പോയെങ്കത്തെ ബാപ്പു മുസ്ലിയാർ തിരുവങ്ങാടി ആഷിഖുർ റസൂൽ ആ മഹാൻ ഉണ്ടാക്കിയെങ്കത്തെ ഏറ്റവും നല്ല ബദരീങ്ങളെ തവസ്സുലാക്കണെങ്കത്തെ ബൈത്ത് അതിൽ നല്ല രൂപത്തിൽ ബദരീങ്ങളെ മഹാൻ വിശദീകരിച്ചിട്ട് ഓരോ ബദരീങ്ങളെ പേരിങ്ങനെ ചൊന്നിട്ട് ലാസ്റ്റ് ദുആ മൂപ്പർ നടത്തല്. ആമീന യാ റബ്ബസ്സമാ യാ അല്ലാഹ് യാ അഹ്ല ബദ്രിൻ ഇന്നക്കും ഖസ്സല്ലാഹ് ഇയാക്കുമു ബിമറാത്തിബിൻ ഇൻദല്ലാഹ് ഫലഖദ് അതൈനാ ബാബക്കും റളിയല്ലാഹ് അൻകും വഖല്ലിസ്നാ ബിഹിം യാ അല്ലാഹ് ചൊന്നിട്ട് ഇങ്ങനെ 5 ഗര. അതാണ് അതിന്റെ തുടക്കം. ഏറ്റവും നല്ല ഗരയാണ് അതിൽ കാണുക സാധ്യ. അവിടെ സുമാർ ഗര ഉണ്ട്. അവസാന മഹാൻ ചൊല്ലു കം ഉത്ബത്തിൻ വ ഉമയ്യത്തിൻ വ അബീ ജഹിൽ ഫീഹിം വ കം മിൻ ഉഖ്ബത്തിൻ ബിസർ റജുൽ ഖദഫു അലൈഹി സലൽ ജസൂരി ബിലാ വജൽ യാ അമ്മഹുൽ അസദൽ ജരി റളിയല്ലാഹു അൻകും അദില്ല ഇദൽ ഹുദാ യാ അല്ലാഹ്. എത്ര ഉത്ബത്ത് ഉമയ്യത്ത് അബൂജഹൽ മക്കത്തന്റെ ഏറ്റവും വലിയ നേതാക്കന്മാർ അഹങ്കാരത്തെ പ്രതീകങ്ങൾ ആയിട്ടിന്നങ്കത്തെ ആൾമാരെല്ലാം ബദറിനെ പൊട്ടുകണത്ത് അങ്ങളെ വലിച്ചെറിഞ്ഞിട്ട്
ബഹുമാനപ്പെട്ട ഹംസ റളിയല്ലാഹു അൻഹുടെ ധീരതയെ അവിടെ എടുത്തു ചൊല്ലു. വബി ഹംസത്തൽ കറാരി അമ്മിൽ മുസ്തഫ അസദിൽ ഇലാഹി വസയ്യിദി ശുഹദായി തഅദീലുൽ ഫുതുഹുൽ നമുക്ക് കാണുക സാധ്യമാവുള്ളൂ. മൊത്തത്തിൽ എല്ലാ ഇമാമിങ്ങ എല്ലാ സ്വാലിഹീങ്ങൾ അഹ്ലു ബദർക്ക് ഖിദ്മത്താക്കിടാറ്. ആ അഹ്ലു ബദറിനെ വിളിച്ചിട്ട് ഞങ്ങ ഏത് സഹായ കേട്ടെങ്കിലും വാസ്തവത്തിൽ സഹായ തണ്ടവൺ അള്ളാഹു ആയിട്ടിക്കട. ഈ മഹാന്മാർ അങ്ങ് ഞങ്ങൾക്ക് ഇടക്കുള്ള ഒരു മധ്യവർത്തിക അങ്ങളെ കാരണം കൊണ്ട് ഞങ്ങൾക്ക് അങ്ങളെ ബർക്കത്ത് കൊണ്ട് ഞങ്ങൾക്ക് ഏറ്റവും വേഗ അള്ളാഹുടെ സഹായ കിട്ടുക കാരണമാവും. മഹാന്മാരല്ല ചെന്നാറ് എല്ലാ ഗുണങ്ങൾ നേടുവാൻ കുറ്റങ്ങളെല്ലാം നീങ്ങുവാൻ സ്വർഗത്തിലൊന്നായി ചേരുവാൻ ബദ്രീങ്ങളെ തുണ റബ്ബന ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. എല്ലാ ദുനിയാവുടെ ഖൈർ കിട്ടും ബദരീങ്ങളെ തവസ്സുലായിട്ട് ദ്വാരക്കടെ. നാളെ സ്വർഗത്തിലും അങ്ങനൊട്ടിಗೆ നമുക്ക് ഒരുമിച്ച് കൂടണം. ബദരീങ്ങളുടെ ഒന്നാമത്തെ മെമ്പറായിട്ടിക്കടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. പ്രഷറും പ്രമേഹം ഷുഗറതും അറ്റാക്ക് ക്യാൻസർ മുഴുവനും സിഫതന്ന് ദീർഘായുസ്സിനും ബദരീങ്ങളെ തുണ റബ്ബന. എല്ലാ ബലാവും ആഫത്തും എടങ്ങേറുകൾ മുസീബത്തും ബദരീങ്ങളെ ബർക്കത്തിനാൽ എമൈ കാക്കണം യാ റബ്ബന. ദാഹം മൗത്തത് കൂട്ടിടും ഇബ്ലീസ് കൂസിനെ കാട്ടിടും നേരം ലഈനവ നാട്ടുവാൻ ബദരീങ്ങളെ തുണ റബ്ബന. ഇങ്ങനെ ദുനിയാവുടെയും ആഖിറത്തെയും എല്ലാ ഖൈറുകവേനായിട്ട് വലിയ അള്ളാഹുടർക്കൽ മുഖറബീങ്ങളായ ബദരീങ്ങളെ മുന്നിൽ വെച്ചിട്ട് തവസ്സുലാക്കിയിട്ട് നമുക്ക് മഹാന്മാർ പരമ്പര കാട്ടിത്തന്നറാറ്. അതിരെ പിന്തുടർച്ചയായിട്ട് ഇണ്ട് ബദർ ദിന വരുമ്പോ ആ ബദരീങ്ങളൊട്ടിയ വലിയ സ്നേഹം ഞങ്ങൾ ഇണ്ട് പ്രകട ആക്കിക്കൊണ്ടുള്ളേ ആയങ്ക. റമദാനിൽ ഈ 4 വരുമ്പോ ഞങ്ങളെ സുന്നത്ത് ജമാഅത്തിര വിരോധിങ്ങ നൂതനവാദിങ്ങ എപ്പ എന്ത്ര നല്ല നാൾ വന്നെങ്കും അങ്ക് ഇവിടെ അലർജി ശുരുവാവിടും. അപ്പൊ ബദർ ദിന വരുമ്പോ അങ്ക് ശുരുവാവിടും. പരിശുദ്ധമായ റമദാൻ വരുമ്പമേ അങ്ക് തുടങ്ങിയത് എന്ത്ര ഇവിടെ മുസ്ലിം ഉമ്മത്ത് ഖൈറെ സന്തോഷത്തെ ടൈം വേണ്ട അപ്പ അങ്ങ ബൊബ്ബയുടെ റെഡി ആവിടാറ്. റമദാനിൽ 20 റക്കാത്ത് തറാവീഹിന്റെ ചൊല്ലത് ലോക മുസ്ലിമീങ്ങളെ ഉമ്മത്തെ അഭിപ്രായമായിട്ടിരിക്കുമ്പോ അതിലും വ്യത്യസ്തമായ അഭിപ്രായം ചെന്നിട്ടൂടെ ഭിന്നത അങ്ങ് ഉണ്ടാക്കിയാറ്. 8 റക്കാത്തും ചൊല്ലാറ് പോണൊന്നും ചൊല്ലാറ് ഒരു ലെവലും ഇല്ലാണ്ട് പരിശുദ്ധമായ ഇസ്ലാമിലു തറാവീഹിക്ക് സ്പഷ്ടമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിസ്കരിച്ച റക്കാത്ത് നമുക്ക് സ്വഹീഹായ ഹദീസിൽ കാണുക സാധ്യമില്ലാണ്ടാവുമ്പോ നെക്സ്റ്റ് ഈ നൂതനവാദിങ്ങ ചൊല്ലതല്ല ഞങ്ങൾ നോക്കണായേ. ആ നബി തങ്ങളെ കണ്ടുപിടിച്ചെങ്കിത്ത സ്വഹാബിങ്ങളെ ചര്യല് അതിലെ റക്കാത്ത് ഉണ്ടാണ്ട് അത് വ്യക്തമായിട്ട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു എല്ലാ സ്വഹാബിങ്ങളെ കൂട്ടിയിട്ട് അങ്ങളെ ഒമ്മത്തെ അഭിപ്രായത്തിൽ 20 റക്കാത്ത് തറാവീഹ് മദീനത്തെ പള്ളിയിൽ നിസ്കരിച്ചത് സ്വഹീഹായ ഹദീസ്. അപ്പോ ഇതാണ് അണ്ട് മുതൽ ഇണ്ടത്തോളമുള്ള മുസ്ലിം സമുദായ പിന്തുടർന്ന് വന്നോണ്ടുള്ളത്. പക്ഷേ അത് റമദാനിൽ സ്പെഷ്യൽ നിസ്കാരം ഉണ്ടെന്ന് ചൊന്നിട്ടു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിലെ ഉണ്ട് വസനത്തുലക്കും ഖിയാമഹു നബി തങ്ങൾ ചൊല്ലു നിങ്ങൾക്ക് സ്പെഷ്യൽ നിസ്കാരം ഞാൻ സുന്നത്താക്കിയാണ്. പക്ഷെ ഇങ്ങ ബുഖാരിയിലുള്ള ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ ഒരു ഹദീസ് വിത്തിറിന്റെ സംബന്ധമായിട്ട് ചൊല്ലങ്കത്തെ ഒരു ഹദീസ് ಅದರ ಬೆರ್ದೆಗೆ ತರಾವೀನ್ ಚೊಂದಿಟ್ಟು ಒಪ್ಪಾಟಿಟ್ಟು ತರಾವೀಹ್ ಪೋಣೊಂದು ರಕಾತ್ ಪೋಣೊಂದುಂಟು ಇಪ್ಪ ಚೊಲ್ಲೆ ತರಾವೀ 20 നിസ്കരിച്ചുകൊണ്ടിരുന്ന ഇബ്നു തൈമിയ അങ്ങെല്ലാം 20 റക്കാത്ത് ഉണ്ടു ചൊന്നിട്ട് സമർത്ഥിച്ചിരാറ്. അപ്പൊ ഏതായാലും ഇക്കടെ ഒരു തലക്കാല് ബാൽ എന്തും ഇല്ലാണ്ട് ഒട്ടാരെ തോന്നിയത് ചൊല്ലങ്കത്തെ ഈ നൂതനവാദിങ്ങ ലോകത്തങ്ങ ഏറ്റവും വലിയ സഫഹത്ത് തങ്ങളത് കാണ്ടേ തറാവിയുടെ വിഷയത്തിലായിട്ടിരിക്കും. കാരണം 20 ചൊന്നിട്ട് സൂര്യ ಬೆಳಕು പോലെ വ്യക്തമായിട്ടിരിക്കും. അതിരെ വെറുതെകും റമദാനിൽ വരെ മുസ്ലിമീങ്ങളെ ഇബാദത്തിലെ ഇല്ലാണ്ടാക്കി താൽമാറാണിങ്ങ. അങ്ങനെ ബദർ ദിന ಬರ್ಮ ಅಂಗ ಮುಂಡದಕ್ಕಿಲ್ಲ ಬದರ್ ದಿನ ಬರ್ಮ ಅಂಗ ಚೆಲ್ಲಾರು ಇಸ್ಲಾಮು ತೌಹೀದ್ಗೆ ವೇನಾಯಿತು ಹೋರಾಟಾಕಿಂಕೆತ್ತ ಬದರಿಂಗ್ ಅವ್ರ ಭಾಗತ್ತು ಪಿನ್ನೊರು ಭಾಗತ್ತು ಲಾತ ಉಜ್ಜಡೆ ಆರಾಧನೆ ಹಾಕಿಂಟಿಂದಂಕೆತ್ತ ಮುಶ್ರಿಕಿಂಗ್ ಅವ್ರ ಭಾಗತ್ತು ಅಂಕೆದರಾಯಿತ തൗഹീദിരെ കൊടി പാർവാട്ടിങ്കെത്ത മഹാന്മാരായ ബദരീങ്ങൾ. പക്ഷെ ഇന്തെന്താക്കളാന്ന് ചെന്ന കുറെ മുസ്ലിംമാരും അങ്ങനെ അനുയായികളെല്ലാം കൂടിയിട്ട് ഈ അണ്ടത്തെ അതേ ഷിർക്ക് ആവർത്തനാക്കിക്കൊണ്ടുള്ള അണ്ടത്തെ മുശ്രിക്കിങ്ങൾ ലാത്ത ഉജ്ജരെ ആരാധനാക്കിയ പോലെ ഇന്ന് ഈ ബദരീങ്ങളെ അങ്ങോട്ടേക്ക് സഹായ കേട്ടുകൊണ്ടുള്ളാറ് ഷിർക്കാക്കിക്കൊണ്ടുള്ളാറും ചെന്നിട്ടു ഒരു ബദർ ദിന വരുമ്പോ പോലും ഇത്രയും ഇസ്ലാമുക ഇത്രയും വലിയ ഇജ്ജത്ത് കൊണ്ടുവന്നെത്ത ബദരീങ്ങൾ അങ്ങനെ സ്മരിക്കാണ്ട് ഒരിക്കലും നമുക്ക് തെക്കൂ സാധ്യമില്ല. കാരണം അങ്ങ ഇല്ലെങ്കിലൂടെ ഇസ്ലാമേ ഇക്കലಂತ ആ മഹാന്മാരെ നിങ്ങൾ ഫോണിൽ രണ്ടൊരു സ്മരണ ആക്കുമ്പോ അങ്ങനെ പേര് ചൊല്ലുമ്പോ അപ്പൊ ഇങ്ങളെ വിശ്വാസം എന്തിനാ ചൊന്നെ മുണ്ടാണ്ട് തെക്കണം എന്ത് മുണ്ടോതീറ
എന്ത് മുണ്ടോകുത്തീര ബദർ ദിന പറയുമ്പോ അതിങ്ങനെ മുണ്ടാണ്ട് ശുദ്ധില്ലാണ്ട് കഴിഞ്ഞു പോണു. പിന്നെ ഞങ്ങൾ ഒരു സ്മരണയും ആക്കുകൂത്തീരാണ്ടുള്ള എനിക്കൊരു വണങ്ങിയ ഇസ്ലാമാണ് ഞങ്ങളത്. യഥാർത്ഥത്തിൽ ഖുർആൻ ഹദീസ് ഇജ്മാ ഖിയാസെല്ലാം ഇക്കട്ട് തെളിവെല്ലാം ഉണ്ട്. പക്ഷെ ഒരു ചെറിയ ബുദ്ധി, ഒരു സാമാന്യ ബുദ്ധി കൊണ്ട് ചിന്തിക്കുമ്പോഴും മുസ്ലിമീങ്ങ മാത്രമല്ല ഒരു ഹിന്ദുവായ ആള് വരെ അമുസ്ലിമായ ആള് വരെ ചൊല്ലു നിങ്ങളെ ധർമ്മത്തിക്ക് ഇത്രയും വലിയ ഇജ്ജത്ത് കൊണ്ടുവന്നെത്ത ആൾമാരെ നിങ്ങൾ ഒരു നാളല്ല വർഷ പൂർത്തി സ്മരിക്കണാവും ചൊന്നിട്ട് അമുസ്ലിമീങ്ങ വരെ ചെല്ലുവാറ്. അങ്ങക്ക് ഖുർആൻ ഹദീസ് അങ്ങക്ക് കാട്ടോ സാധ്യമില്ലല്ലേ. ഖുർആൻ ഹദീസ് ഒന്നും കൊടുക്കാണ്ട് വെറും സാമാന്യ ബുദ്ധി കൊണ്ട് ചിന്തിച്ചെങ്കിൽ ഞങ്ങൾക്ക് ഇത്രയും വലിയ ഔന്നത്യം കൊണ്ടുവന്നെത്ത മഹാന്മാരെ സ്മരിക്കണമെന്ന് ചൊന്നിട്ട് അമുസ്ലിമീങ്ങ വരെ ഇവിടെ ചെല്ലുവാറ്. പക്ഷേ ഇസ്ലാമുടെ ആൾമാരെന്ന് ചൊന്നിട്ടുള്ളെങ്കിൽ ഇസ്ലാമുടെ ആന്തരിക ശത്രുങ്ങ അങ്ങെന്താക്കിടാറെന്ന് ചൊന്നെങ്കിൽ ബദർ ദിന പറയുമ്പോ ആ ബദരീങ്ങളായ മഹാന്മാരെ സ്മരിക്കുക അങ്ങനെ മദ്ഹ് ചൊല്ലുക ചൊന്നിട്ട് ഒരു വണങ്ങിയ ഇസ്ലാമുടെ പ്രചാരാക്കിക്കൊണ്ടുള്ളാർ. വാസ്തവത്തിൽ ഒരു സാമാന്യ ബുദ്ധിയുള്ളെങ്കിൽ ഒരു മുസ്ലിം ആൽച്ചനാക്കണായ ഇസ്ലാമുകു ഇത്രയും വലിയ ഇജ്ജത്ത് കൊണ്ടുവന്നെത്ത മഹാന്മാരെ സ്മരിച്ചില്ലെങ്കിൽ പിന്നെ നാണ് എന്ത് മുസ്ലിം? அப்ப நாங்க பத்ர் தின வருமா நாங்க கிடையாது சொல்ற நாங்கமே சொல்லணும் பெத்தே நாங்கள போய் நாங்க ஷிர்க் ஆரோபண ஆக்குறாரு நீங்க எங்களை ஆராதிக்கிறாருன்னு சொல்றாரு. வாஸ்தவத்தில் நாங்க எங்களை ஆராதிக்கல. பத்ர் தின வரும்பா மகான்மாரை நாங்க ஸ்மரிக்கடா அங்கள பேரு நாங்க சொல்றா மாத்திரல்ல அங்கள மௌலிது நாங்க ஓதுறா அங்கள மது நாங்க சொன்னோண்டுள்ள ഇതൊരിക്കലും ഇസ്ലാം എതിർക്കുന്ന വിഷയമേ അല്ല. ഇസ്ലാം പോവട്ട് ഏത് ധർമ്മ പോലും ഇതിരെ എതിർക്കല. അങ്ങനെ ആചാര്യന്മാരെ അങ്ങനെ ഒരു വലിയ ആൾമാരെ ആണ്ടത്തെ നാല് പറമ്പ് ഒന്ന് പ്രത്യേകം സ്മരിക്കടെതിരെ ഏത് ധർമ്മ പോലും എതിർക്കില്ല. അപ്പൊ ഞങ്ങൾ ആക്കടെ ആ മഹാന്മാരെ സ്മരിക്കടെ പിന്നെ ഞങ്ങളെ മധ്യവർത്തിയാക്കിയിട്ട് അള്ളാഹുടൊട്ടിಗೆ സഹായ കേൾക്കಡೆ ഞങ്ങളൊട്ടിಗೆ സഹായ നേരിട്ട് ഇസ്തിഗാസ ആക്കടെ. ഇതിലെ ഇപ്പൊ വിശദീകരിക്കൊണ്ടില്ല. പരിശുദ്ധമായ ഇസ്ലാം സുന്നത്ത് ജമാഅത്തിലെ നല്ലൊരു ആശയമായിട്ടിരിക്കുന്നത് ಅದಕ್ಕೆ വ്യക്തമായ തെളിവ് പരിശുദ്ധ ഖുർആനിലും ഹദീസിലുമുണ്ട്. അപ്പോ ആ മഹാന്മാരായ ബദരീങ്ങളൊട്ടിಗೆ ഞങ്ങൾ തവസ്സുലാക്കടെ പിന്നെ മധ്യവർത്തിയാക്കിയിട്ട് അള്ളാഹുടൊട്ടിಗೆ ಬೇಡ್ರ. അപ്പൊ ഞങ്ങൾ ദുആ ഉത്തര കിട്ടുകൂ ഏറ്റവും ഒരു നല്ല സ്വറായിട്ടിരിക്കുന്നത് ഞങ്ങാക്കട്. അണ്ട് മുതൽ ഇണ്ട് വരെയുള്ള എല്ലാ മുഅ്മിനീങ്ങ മുസ്ലിമീങ്ങ സ്വാലിഹീങ്ങളൊട്ടിಗೆ തവസ്സുലാക്കിടാർ. ബഹുമാനപ്പെട്ട ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി എപ്പോഴും ബഗ്ദാദിലിക്കുമ്പ അബൂ ഹനീഫ ഇമാമുടെ ഖബറിനെ മുട്ട പോയിട്ട് മഹാൻ ചൊല്ലുന്ന തവസ്സുലാക്കിക്കൊണ്ടിരുന്നേൻ. ഞങ്ങൾ ഒരു കാര്യം മാത്രം ആലോചനാക്കിയെങ്കിൽ 10 ലക്ഷത്തോളം ഹദീസ് മനപ്പാടാക്കിയെങ്കിൽ അബൂ ഹനീഫ ഇമാം, 10 ലക്ഷം ഹദീസ് മനപ്പാടാക്കിയെങ്കിൽ ഷാഫി ഇമാം. ഈ ഷാഫി ഇമാം അബൂ ഹനീഫ ഇമാം ചൊല്ല മഹാന്റെ ഖബറിനെ മുട്ട പോയിട്ട് നക്കെന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ അവിടെ ജനറക്കാർ നിസ്കരിച്ചിട്ട് അയാളെ ഖബറിനെ മുട്ടെന്നാണ് അള്ളാഹുടൊട്ടിಗೆ ಪ್ರಾರ್ಥನೆ ಹಾಕಿಕೊಂಡಿದ್ದ ಅಯಾಳ ಮುನ್ನಿರ್ತಿಟ್ಟು ಪ್ರಾರ್ಥನೆ ಹಾಕಿಕೊಂಡಿದ್ದ ಅಂತ சொல்ல ಇಮಾಮ್ ಶಾಫಿ ರಹಮತುಲ್ಲಾಹಿ ಅಲೈಹಿ. ಅಪ್ಪ ಶಾಫಿ ಇಮಾಮಗ್ ಗೊತ್ತಿಲ್ಲ ತಂಗಿಯೊತ್ತರು ഇസ്ലാമാ നങ്കു ഗൊന്തുള്ള എന്ന് ചൊന്നിട്ടൊരു സാമാന്യ ആള് ചിന്തിച്ചെങ്ങുമൈ. അതുപോലെ എല്ലാ മഹാന്മാർ ബഹുമാനപ്പെട്ട ഇബ്നുൽ മുൻകദിർ റളിയല്ലാഹു അൻഹു ചൊല്ല ആർക്കും അയാളെ പറ്റി എതിരെ അഭിപ്രായമില്ല. വലിയ മഹാൻ അയാള് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഖബർ ഇസ്തഅൻതു ബി ഖബറി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബി തങ്ങളെ ഖബറിനെ കൊണ്ടുന്ന സഹായ തേടിയോണ്ടുള്ള ആ മഹാൻ ചൊല്ലു. അപ്പൊ അങ്കാർക്കും ഗൊന്തില്ലാത്ത ഷിർക്ക് ഇണ്ടത്തെ ചില നാളെ ബുക്ക് ഓതിയെങ്കിത്തെ നൂതനവാദിയെ ഗൊന്തുള്ള എന്ന് ചൊന്നെങ്കിൽ അതിനെ അംഗീകരിച്ചു കൊടുക്കുകയോ ഏത് സാമാന്യ ബുദ്ധിയുള്ള ആൾക്കൊരിക്കലും സാധ്യമില്ല. അപ്പൊ കാര്യമായി ഞങ്ങൾ മനസ്സിലാക്കണ എന്തിനെ ചൊന്നെങ്കിൽ ഷിർക്കും തൗഹീദും എല്ലാം പണ്ട് എവിടെയാണ്ട് ചൊന്നെങ്കിൽ ഞങ്ങളെ വിശ്വാസത്തിലായിട്ടിക്കട്. ഒരിക്കലും ബദരീങ്ങ അള്ളാഹും ചൊന്നിട്ട് ഞങ്ങൾ വിശ്വസിക്കില്ല, അല്ലെങ്കിൽ അള്ളാഹുടെ കൂറുകാരൻ ചൊന്നിട്ട് ഞങ്ങൾ വിശ്വസിക്കില്ല, അള്ളാഹുടെ ശരീക്കന്മാരുണ്ട അള്ളാഹുടെ മക്കാണ്ട ഞങ്ങൾ വിശ്വസിക്കില്ല. മക്കത്തെ മുശ്രിക്കീങ്ങ അള്ളാഹുടെ കൂറുകാരൻ ചൊന്നിട്ട് വിശ്വസിച്ചിട്ട് ഞങ്ങളൊട്ടിಗೆ സഹായ കേട്ടോണ്ടിരുന്നാറ്. അപ്പോഴാണ് അത് ഷിർക്കായിട്ട്. അങ്ങനെ തൽബിയത്തെ ഹജ്ജിന്റെ സമയത്ത് ഞങ്ങൾ തൽബിയത്ത് ചൊല്ലുമ്പോൾ അങ്ങ് തൽബിയത്ത് ചൊന്നിരുന്നാറ്. എങ്ങനെ ചൊന്നെങ്കിൽ ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക് ഇല്ലാ ശരീകൻ തംലികുഹു വമാ മലക്. ഞങ്ങൾ ചൊല്ല എന്തേ ചൊന്നെങ്കിൽ റബ്ബേ നിക്ക് ശരീക്കേ ഇല്ല, നിക്ക് കൂറുകാരായിട്ട് ആരും ഇല്ല. പക്ഷെ മക്കത്തെ മുശ്രിക്കീങ്ങ ചൊന്നോണ്ടിന്നെ പിന്നെ ഇല്ലാ ശരീക്കൻ ഹുവലക തംലികുഹു വമാ മലക് നിക്ക് ശരീക്കേ ഇല്ല, പക്ഷെ ഒരു ടൈപ്പ് ശരീക്കന്മാർ ഉള്ളാറുന്ന് ചൊന്നിട്ടു അങ്ങളൊട്ടിಗೆ സഹായ കേട്ടോണ്ടിരുന്നു. അതുകൊണ്ട് അത് ഷിർക്കായത്. അപ്പൊ അങ്ങനെ മനസ്സിൽ ഇങ്ങക്ക് അള്ളാഹുടെ ഗുണമുണ്ടു മാത്രല്ല ഇങ്ങ അള്ളാഹുടൊട്ടിക്ക് കൂറുകാരെന്ന് ചൊന്നിട്ട് വിശ്വസിച്ചിട്ട് അങ്ങ് കേട്ടോണ്ടിരുന്നാറ്. അപ്പോഴാണ് അത് ഷിർക്കായത്. മാത്രല്ല അങ്ങ് ആരാധന ആക്കിക്കൊണ്ടിരുന്നാറ്. പരിശുദ്ധ ഖുർആനെ ചൊന്നല്ലേ മാ നഅ്ബുദുഹും ഇല്ലാ ലിയുഖർരിബൂനാ ഇലല്ലാഹി സുൽഫ. ഈ ലാത്ത ഉസ്സടെ ഞങ്ങൾ ആരാധന ആക്കടെ എന്തെങ്കിലും ചൊന്നെങ്കിൽ വലിയ ദൈവമായ അള്ളാഹുടൊട്ടിക്ക് ഞങ്ങൾ ഇങ്ങ അടുപ്പിക്കുകയായിട്ടുണ്ട്. അപ്പൊ അങ്ങ ചൊല്ലെ മക്കത്തെ മുശ്രിക്ക് ഇങ്ങ ലാത്ത ഉസ്സടെ ഞങ്ങൾ ആരാധിച്ചോണ്ടിരുന്ന എന്തി ഞങ്ങൾ ആരാധിക്കടേ ചൊന്നെങ്കിൽ ഈ ചെറിയ ദൈവന്മാരെ ആരാധിച്ചെങ്കിൽ വലിയ ദൈവത്തെ മുട്ട ഞങ്ങൾ അടുപ്പിക്കിടാറാണ്. ഇതേ മാറ്ററാണ് ഞങ്ങളെ മേൽ ഈ നൂതനവാദി വെച്ച് കിട്ടുന്നത്. നിങ്ങൾ ബദരീങ്ങളെ ആരാധിക്കിടാറ്.
മമ്പുറന്തങ്ങൾ ആരാധിക്கிறாർ, സയ്യിദ് മദനി ഉള്ളാൽ ദർഗത്തുള്ള മഹാന്റെ നിങ്ങൾ ആരാധിക്கிறாർ, അജ്മീർ ഷെയ്ഖിനെ നിങ്ങൾ ആരാധിക്கிறாർ. എന്തെങ്കിലും ചൊന്ന് പണ്ടത്തെ മുശ്രിക്കിങ്ങ ചൊന്ന പോലെ ഇങ്ങനെ ആരാധിച്ചെങ്കിൽ അള്ളാഹുടൊട്ട മുട്ടാടുക്കുക സാധ്യമാവും ചൊന്നിട്ട് വെറുതെ ഞങ്ങളെ മേൽ ഇല്ലാത്തൊരു ആരോപണത്തെ ഇല്ലാത്തൊരു വിഷയത്തെ ഞങ്ങളെ മേൽ ആരോപ്പാക്കുക. വാസ്തവത്തിൽ എന്ത് ദീനും തെരിയാത്തൊരു സാധാരണനായ ഒരു മനുഷ്യരൊട്ടിക്ക് കേൾക്കറു നീ എന്തികളെ കാജൂർക്ക് പോണ്ടേ അല്ലെങ്കിൽ നീ എന്തി ഉള്ളാലത്തേക്ക് പോണ്ടേ കേട്ടെങ്കിൽ അവൻ ചൊല്ലുവാ ഞാൻ അവിടെ പോയിട്ട് സിയാറത്താക്കിയിട്ട് അള്ളാഹുടൊട്ടിക്ക് ദ്വാരക്കടെ ഞാൻ ഒരിക്കലും ആ മഹാന്മാരെ ആരാധനാക്കുക നീ പോണ്ടേ മാണിക്കട്ടെ ഞാൻ ആരാധനാക്കില്ല നന്റെ ആരാധന അള്ളാഹു ഉണ്ടു അവണു വരെ ചൊന്നു പോവാ. അപ്പൊ മക്കത്തെ മുഷ്രിക്കീങ്ങ ചൊന്നരെ ഞങ്ങളെ ആരാധന ആക്കടെ അള്ളാഹു ഘടിപ്പിക്കുവാനായിട്ട്. പക്ഷെ ഞങ്ങൾ അങ്ങനെ ചൊല്ലുള്ള ഞങ്ങളെ ഒരിക്കലും ആരാധന ആക്കില്ല. ഞങ്ങൾ ആരാധന ആക്കടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് അള്ളാഹുക്ക് മാത്ര ഈ മഹാന്മാരൊട്ടിಗೆ ഞങ്ങൾ സഹായ കേക്കടെ. അതുപോലെ ഈ മഹാന്മാരെ ഞങ്ങൾ മുൻനിർത്തിട്ട് തവസ്സുലാക്കടെ. ഇതൊരിക്കലും ഇസ്ലാം എതിർത്തെങ്കെത്തരിച്ചല്ല. അപ്പൊ ഷിർക്കാവുന്നുണ്ടായെങ്കിൽ അള്ളാഹുടെ ഒട്ടിಗೆ പിന്നൊരാളെ കൂറായിട്ട് ഞങ്ങൾ ആരാധിച്ചെങ്കിൽ മാത്രം അത് ഷിർക്കാവിടെ. ഒരിക്കലും സുന്നികളായ ഞങ്ങൾ ഒരു മഹാനെയും ആരാധിക്കില്ല എന്നുള്ളത് സൂര്യപ്രകാശ പോലെ സ്പഷ്ട. ഇത് അങ്കും ഗൊന്തുണ്ട്. പക്ഷെ അങ്ങ് ഒരു ആശയ തുടങ്ങിയിട്ടായി നൂതനവാദി അങ്ങതിരെ പിടിച്ചു വെക്കണം. അപ്പൊ അതിനെ പിടിച്ചു വെക്കണുണ്ടായെങ്കിൽ ഞങ്ങളെ മേൽ വെറുതെ ഇങ്ങനെ ആരോപ്പാക്കിക്കൊണ്ടേക്കണം. മരിക്കാത്ത ഒരാളൊട്ടിಗೆ ഞങ്ങൾ ചൊല്ല നീ മരിച്ചില്ല ഇപ്പൊ നീ കിടക്കണു കബറു നിന്റെ വന്താക്കട ഇപ്പൊ മണ്ണിട്ടാൻ കബറ് ഉൾക കിടന്നിട്ട് അയാൾ ചൊല്ലേ നാ മരിച്ചിട്ടില്ല വാവാൻ നാ മരിച്ചിട്ടില്ല കബറ് ഉൾക കിടന്ന് അയാൾ ചൊന്നുകൊണ്ടുണ്ട്. പക്ഷെ ഞങ്ങൾ കബറെല്ലാം എടുത്തിട്ട് ചൊല്ല പാമ്പ് കടിച്ച ആളാണ് അയാൾ അവർക്ക് ബോധം കെട്ട പോലെ ആയിട്ട് അയാളെ കൊണ്ട് കബർക്ക് വെച്ചിട്ട് അയാൾ കബറിനെ മേഞ്ച് വന്നുകൊണ്ടുണ്ട്. പക്ഷെ ഞങ്ങൾ അയാളെ ഊന്തിട്ട് ചൊന്നല്ല നീ കിടവിടാൻ ഡാക്ടർ ചൊന്നിട്ട് നീ മരിച്ചില്ലെന്ന് ചൊന്നിട്ട് സർട്ടിഫിക്കറ്റ് ഉണ്ടു ചൊന്നിട്ട് ആർക്ക് കാട്ടേ ഞാൻ മരിച്ചിട്ടില്ല എന്ന് ചൊല്ലെ ആൾക്കേ കാട്ടിയുണ്ടുള്ളേ അയാൾ ചൊല്ലു നാ മരിച്ചിട്ടില്ല ഞങ്ങൾ ചൊല്ല നീ മരിച്ചില്ല. അതുപോലത്തെ സംഗതിയാണ് ഇവിടെ നടന്നുകൊണ്ടുള്ളത്. ഞങ്ങൾ ചൊല്ലെ ഞങ്ങൾ ഒരിക്കലും ബദരീങ്ങളമ സ്വാലിഹീങ്ങളമ ആരാധന ആക്കില്ല. ഞങ്ങളെ മനസ്സിലുള്ളത് ഞങ്ങമല്ല ചൊല്ലണേ. പക്ഷെ അങ്ങ ചൊല്ലേ നീ ആരാധന ആക്കിടാറുണ്ട്. അപ്പൊ ഇതെന്തെങ്കിലും ചൊന്നെങ്കിൽ അങ്ങ് ഒരു ആശയ തുടങ്ങിയിട്ടായിട്ട് അതിനെ പിടിച്ചു വെക്കുവാനായിട്ട് അല്ലെങ്കിൽ അങ്ങനെ ആഫീസെ ബന്ധാക്കണോ മുജാഹിദ് ആഫീസെ നൂതനവാദികൾ ആഫീസെ ബന്ധാക്കണോ അങ്ങനെ ഒരു ആശയത്തും നിലനിൽപ്പിക്കല. അതുകൊണ്ട് ഷിർക്ക് എന്തിനും ഫസ്റ്റ് കേൾക്കണം. ഏത് വഹാബിയും ഏത് നൂതനവാദിയും ഞങ്ങളെ മുന്നിൽ വന്നെങ്കിൽ നിങ്ങൾ തൊട്ടത് പിടിച്ചതെല്ലാം ഷിർക്കെന്ന് ചൊല്ലാൽ ദെച്ചെങ്കും ഷിർക്ക് നിന്റെങ്കും ഷിർക്ക് കിടന്നെങ്കും ഷിർക്ക് നടന്നെങ്കും ഷിർക്ക് എന്താക്കും തിരി എല്ലാം ഷിർക്ക്. അപ്പൊ ഷിർക്ക് എന്തിനും ശരിക്കും അവന്റെ പിടിച്ചിരിക്കണം. അതൊന്നും അവന്റെ ജന്മന അവന് ചൊല്ലവും സാധ്യമില്ല. അവന്റെ ജന്മത്തിൽ അവനത് ചൊല്ലല. കാരണം അത് ചൊന്നെങ്കൊണ്ട് ആശയത്തിന് നിലനിൽപ്പേ ഇല്ലേ. അപ്പൊ അതുകൊണ്ട് ഞങ്ങളെ സുന്നത്ത് ജമാഅത്തിലുള്ള എനിക്കത്തെ സാധാരണ ആൾമാർ ഈ വിഷയം ശരിക്കും മനസ്സിലാക്കുന്നു. തൗഹീദും ഷിർക്കും എല്ലാം പണ്ട് എവിടെ ചൊന്നെങ്കിൽ മനസ്സിലായിട്ടിക്കട്. കഅബാലയത്തെ പോയിട്ട് ഒരു സുന്നിയായ ആള് അല്ല കഅബാലയത്ത് പോയിട്ട് ഒരു മുസ്ലിമായ ആള് ചുത്തുറു അവിടെ ഉള്ള ഹജറുൽ അസ്വദിൽ ഒരാൾ ചുംബിക്കട്. അതിനെപ്പറ്റി ഞങ്ങൾ ചൊല്ലേന്ദ്ര അത് ഷിർക്ക് ഞങ്ങൾ ചൊല്ലാമ ഇല്ല അത് തൗഹീദിന് ചൊല്ല എങ്കിൽ അതേ സ്വറ ഊടെ ഞങ്ങളെ റായത്തുള്ള ദേവസ്ഥാനത്ത് നടക്കട്. ദേവസ്ഥാനത്തെ ഹിന്ദു അമുസ്ലിമായ ആൾ ചുത്തുറു അവിടെ ഉള്ള ശിലയുടെ അയാൾ ചുംബിക്കട് എങ്കിൽ ഞങ്ങൾ അതിൽ ചൊല്ല അത് ഷിർക്ക് ഉണ്ട്. എന്തേ രണ്ട് സ്വറ ഒരേ പോലെയല്ല. കഅബാലയം ചൊല്ലത് ഒരു ബിൽഡിംഗ് ദേവസ്ഥാനവും ഒരു ബിൽഡിംഗ് ഉദാഹരണത്തിന് അവിടെ ഉള്ള ശില ഹജറുൽ അസ്വദ് ഇവിടെ ഉള്ള ശില ഉണ്ട് ഞങ്ങളത്. അപ്പൊ ഇതിരെ അവിടെ ബാഹ്യമായിട്ട് നോക്കുമ്പോ രണ്ടും സെയിം. അവിടെ കഅബത്ത് ചുറ്റുര ഒരു ബിൽഡിങ്ങിന്റെ ചുറ്റുര ഇവിടെ ഒരു ബിൽഡിങ്ങിന്റെ ചുറ്റുര അവിടെ ഒരു ശിലയുടെ ഒരു കല്ലുടെ ചുംബിക്കടെ ഇവിടെ ഒരു കല്ലുടെ ചുംബിക്കടെ ബാഹ്യമായി നോക്കുമ്പോ രണ്ടും സെയിം. പക്ഷേ കഅബാലയത്തെ മുട്ട നടത്തുന്ന തവാഫിടെ ഞങ്ങൾ തൗഹീദ് ചൊല്ല ഈ ദേവാലയത്തെ ചുംബിക്കരെതിരെ അതിരെ ചുറ്റുര ഞങ്ങൾ ഷിർക്കിന് ചൊല്ല. അപ്പൊ രണ്ടും സെയിം അല്ല കാണുമ്പോ എങ്ങനെ അത് ഷിർക്കും തൗഹീദ് ചൊല്ല മാനദണ്ഡം എവിടെ വന്ന് അവിടെ മനസ്സ് കയറ്റിക്കൾ നോട്ട ഇവിടെ ഹിന്ദുവായ ആൾ ഈ ഓന്റെ ദേവസ്ഥാനത്തെ ചുറ്റുമ്പോ ശില ചുംബിക്കുമ്പോ അതിൽ ദൈവത്തെ അംശം ഉണ്ടു ചൊന്നിട്ട് അവനക്ക് വിശ്വാസമുണ്ട്. അത് ദേവേറും ചൊന്നിട്ട് വിശ്വാസമുണ്ട്. ആ വിശ്വാസം കൊണ്ടാണ് അത് ഷിർക്ക് അവിടെ. അതേ സമയത്ത് അവിടെ അത് ഷിർക്കാവുക സാധ്യമില്ല. കാരണം അത് അള്ളാഹു പടിപ്പാട്ടിയത് ഞാൻ കഅബത്തെ ചുറ്റിയെങ്കിലും ഞാൻ ശിലയുടെ മുത്തിയെങ്കിലും നന്റെ ആരാധന അള്ളാഹു മാത്രമാണ് ചൊല്ല വിശ്വാസം അവന്റെ മനസ്സിലുണ്ട്. അതുകൊണ്ടാണ് അത് തൗഹീദ് അവിടെ ഇത് ഷിർക്ക്. ഇത് മാത്രം ഞങ്ങൾ മനസ്സിലാക്കിയെങ്കിൽ ഒരിക്കലും ഞങ്ങൾ ഷിർക്ക് തൗഹീദിന്റെ വിഷയത്തിൽ പെട്ടുപോകുക സാധ്യയില്ല. അതുകൊണ്ട് എല്ലാ നൂതനവാദിക ഞങ്ങളെ സാമാന്യ ആൾമാരെ വഞ്ചിച്ചുകൊണ്ടുള്ളാറ്. അതുകൊണ്ട് അത് ഞങ്ങൾ ശരിക്കും ശ്രദ്ധിച്ചിട്ട് ഒരിക്കലും മഹാന്മാരായ സ്വാലിഹീങ്ങളെ സ്മരിക്കരുത്. അങ്ങനെ മദ്ഹ് ചൊല്ലത് അതൊരിക്കലും ഷിർക്കാവുക സാധ്യയില്ല. അത് ഇസ്ലാം എതിർത്തെങ്കത്ത കാര്യം ഒരിക്കലുമല്ല. അത് ഹൈറായിട്ടിക്കത് വഫ്അലുൽ ഹൈറ നിങ്ങൾ ഹൈറാക്കോറും നിങ്ങൾക്ക് വിജയിക്കണുണ്ടായെങ്കിൽ നിങ്ങൾ ഹൈറാക്കോണു ചൊന്നൊരു
പരിശുദ്ധ ഖുർആൻ ചൊന്നുകൊണ്ടുണ്ടു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അടക്കമുള്ളെങ്കത്തെ ബദരീങ്ങളെ എത്രമാ മദ്ഹ് ആക്കിയിട്ട് സ്തുതികീർത്തനാക്കിയിട്ട് പരിശുദ്ധമായ ഖുർആനിലെ ചൊന്നത് നമുക്ക് കാണുക സാധ്യമാവുള്ളൂ. ബദരീങ്ങളെ ധാരാളം മദ്ഹ് ചൊന്നെങ്കത്തെ ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഹദീസേ ഉണ്ടു. അപ്പൊ ഇത് കാൽ ഇന്നങ്ങുമ്പയി അത് ഇന്നെങ്കെ നമുക്ക് പുറാവായിട്ട് ആ മഹാന്മാരെ മദ്ഹ് ചൊല്ല അങ്ങനെ കീർത്തന ആക്കാൻ ചൊല്ലേക്ക് ഏറ്റവും വലിയ പുറാവെ അതായിട്ടിക്കട്. അതുകൊണ്ട് അങ്ങനെ തവസ്സുൽ ഞങ്ങൾ ആക്ക അങ്ങനൊട്ടിಗೆ സഹായം ഞങ്ങൾക്ക് കേൾക്കാം. ഇത് 1400 വർഷത്തിൽ പിന്നെ തോല ഉള്ള മുസ്ലിം സരണിയായിട്ടിക്കട്, മുസ്ലിം പരമ്പര ആയിട്ടിക്കട്. ഇതിരെ എതിർത്തങ്ങ വെറും അങ്ക് ഒരു 100 ചില്ലാറ 100 വർഷത്തെ ഇതിഹാസ ഹിസ്റ്ററി മാത്രമുള്ളേ. അല്ലെങ്കിൽ യാറെ പോയെങ്കിൽ അവിടെ ഇബ്നു തൈമിയ എന്ന് ചൊന്നിട്ട് ഹിജറ 7ನೇ വർഷത്തിൽ ജീവിച്ചെങ്കത്തെ ആൾ അയാളെ തോല മാത്രം ഈ പരമ്പര ഉള്ള ഒറ്റപ്പെട്ട പരമ്പര മാത്ര. വാസ്തവത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുതൽ തോല ഉള്ള 99% മുസ്ലിമീങ്ങളും ഈ സുന്നത്ത് ജമാഅത്തിൽ വിശ്വസിച്ച ആൾമാർ ആയിട്ടിക്കിടാറ്. അതുകൊണ്ട് പവിത്രമായ ബദർ നാൾ വരുമ്പോ ഞങ്ങളെ വിശ്വാസത്തെ ഞങ്ങളെ ഈമാന്റെ വസ്വാസാക്കുക ഷൈത്താൻ ഇങ്ങനെ നിരന്തരമായിട്ട് പോരാട്ടാക്കിക്കൊണ്ടുള്ള അങ്കാണ് പേര് മിനൽ ജിന്നത്തി വന്നാസ് ചൊന്നില്ല അല്ലതി യുവസ്ബിസു ഫീ സുദൂരിന്നാസ്. മനുഷ്യന്മാരെ മനസ്സിൽ വസ്വാസാക്കണമെങ്കിൽ ആൾമാർ നല്ല ആശയ ചിലപ്പോൾ ഇട്ട് തന്നെ ആയിട്ടിക്കും തേൻ്റെ ഉൾക ബെസതെന്ന പോലെ ഞങ്ങൾക്ക് അത് കൊന്താവില്ല. നല്ല തേനും ചൊന്നിട്ട് ഞങ്ങൾ കുടിക്കില്ല. വാസ്തവത്തിൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ ജീവിതത്തിಗೆ അത് ಸಂಚಕಾರ ಕೊಂಡುಬಂಡಂಕಿತ ವಿಷಯ. ಅಪ್ಪ നല്ല ರೂಪത്തിലാണ് പിന്നെ ಉಪದೇಶ ಆಕಡೆ ಅದರೊಳಗೆ ವಿಷ ಉಂಡು ಚೊಳ್ಳೆದು ನಂಗೆ ಮನಸ್ಸಿಲಾಕೋನು ತೇಂಡ ಒಳಗೆ ಬೆಸದನ್ನ പോലത്തെ ವಿಷಯ. ಅವ ಮನುಷ್ಯನ್ಮಾರ ಮನಸ್ಸಿൽ ವಿಶ್ವಾಸ ആക്കടങ്കിത്ത ശൈത്താന്റെ തൊട്ട് കാവൽ കേൾക്കണു. ആ ശൈത്താൻമാർ മിനൽ ജിന്നത്തി വന്ന ജിന്ന് വിഭാഗത്തിലുള്ളാറ് മനുഷ്യ വിഭാഗത്തിലുള്ളാറ്. മനുഷ്യ വിഭാഗത്തിലുള്ള ശൈത്താന്മാരാണ് ഈങ്ങ മുസ്ലിം ലോകത്തെ പരമ്പരയുടെ നിഷേധിക്കടങ്കത്ത ആൾമാർ മുസ്ലിമീങ്ങ ആക്കടങ്കത്തെ ആചാരത്തെയും വിശ്വാസത്തെയും കർമ്മത്തെയും എതിർത്തിട്ട് ഒരു പുതിയ ഉണങ്ങിയ ഇസ്ലാമിനെ അവതരിപ്പിക്കടങ്കത്ത ആൾമാർ. അതുകൊണ്ട് അങ്ങളെ ഷർറില് ഒരാളും പെട്ടുപോണു കുത്തീറ. ഞങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല തന്ന ബുദ്ധി കൊണ്ട് ശരിക്കും കാര്യം ഞങ്ങൾ മനസ്സിലാക്കണമെന്ന് ചൊന്നിട്ട് വിനയത്തെ ഭാഷയിൽ കേട്ടുകൊണ്ടുള്ള അള്ളാഹു ഞങ്ങൾക്കെല്ലാം സത്യം മനസ്സിലാക്കിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പാട്ടിയ മാ അന അലൈഹി വ അസ്ഹാബി നാനും നന്റെ സ്വഹാബിക നടന്നെങ്കിൽ താ നല്ല മാർഗം അതിൽ നടക്കൂ. അള്ളാഹു ഞങ്ങൾക്ക് തൗഫീഖ് തരട്ട്. ഞങ്ങൾ സ്വഹാബിങ്ങളെ പാതലുള്ളാണ്ട് ഇങ്ങ ചൊല്ല. വാസ്തവത്തിൽ സ്വഹാബിങ്ങളെ തള്ളിടങ്കത്തെ ആൾമാരാണ് ഇങ്ങ. സ്വഹാബിങ്ങളെ എതിർത്തെങ്കത്തെ ആൾമാർക്ക് ഇസ്ലാമിൽ ഒരു ബലയുമില്ല നിലയുമില്ല. കാരണം അസ്ഹാബി കണ്ണുജൂം നന്റെ സ്വഹാബിങ്ങ നക്ഷത്ര സമാനരും ചൊന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊന്നರು. അയ്യിഹി മുക്തദൈത്തും ഇഹ്തദൈത്തും അങ്ങളെ ആരെ പിറകെ നിങ്ങ പോയെങ്കും നിങ്ങ വിജയിക്കിടാറ് നബി തങ്ങമേ പഠിപ്പാട്ടിത്ത്. അപ്പോ ആ സ്വഹാബിങ്ങളെ ഇങ്ങ എതിർക്കിടാറ്. കാരണം സ്വഹാബിയായ ഉസ്മാൻ റളിയല്ലാഹു അൻഹു ആണ് ജണ്ട് ബാങ്ക് ജാരി കൊണ്ടുപണ്ട് 20 റക്അത്ത് തറാവി ജാരി കൊണ്ടുപണ്ട് ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഈ പ്രഗത്ഭരായ സ്വഹാബിങ്ങളെ ജണ്ടാളെ അതുപോലെ ബാക്കി സ്വഹാബിങ്ങളെ പരസ്യമായിട്ട് എതിർക്കിടങ്കേതാണ്. ഇത് ചിന്തിച്ചമയല്ലോ ഒരു സാമാന്യ ആൾക്ക്. ഈ സ്വഹാബിങ്ങളെ എതിർത്ത ആള് അവൻ എന്ത് ഇസ്ലാമിടെ കൊണ്ടുപോണ്ടേ? സ്വഹാബിങ്ങൾക്ക് തെരിയാത്ത ഇസ്ലാമാ എനിക്ക് ഗൊന്തുള്ളേ. അതുകൊണ്ട് ആ വിഷയം കറക്റ്റ് നിങ്ങൾ മനസ്സിലാക്കണം. സ്വഹാബിങ്ങളെ തള്ളി എങ്കെത്ത ആള് എതിർത്തെങ്കെത്ത ആളുകൾ ഒരിക്കലും ഇസ്ലാമിയുടെ മെമ്പറിന് ചൊല്ലുക അധികാരമേ ഇല്ല. റളിയല്ലാഹു അൻഹും വറളു അൻഹുണ്ടാണ് പവിത്ര ഖുർആൻ സ്വഹാബിങ്ങളെ പറ്റി ചൊന്നുകൊണ്ടുള്ളത്. അള്ളാഹു അങ്ങളെ തൊട്ട് തൃപ്തിപ്പെട്ട അങ്ങ് അള്ളാഹുടെ തൊട്ട് തൃപ്തിപ്പെട്ടാറ്. അപ്പൊ ഇങ്ങനത്തെ സ്വഹാബിങ്ങൾ ഈ സ്വഹാബിങ്ങളെ എതിർത്തിട്ട് എന്ത് ഇസ്ലാം എന്നാണ് കേട്ടോണ്ടുള്ളത്. നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്തിൽ ഇല്ലാത്തതെല്ലാം ഉണ്ടാക്കിയാറുണ്ട് ഇങ്ങ ചൊല്ലെ. വാസ്തവത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്തിൽ ഇല്ലാത്തതേ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉണ്ടാക്കിയത്. മുസ്ഹഫ് ജമാക്കിയത് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അതുപോലെ ജണ്ട് ബാങ്ക് കൊണ്ടുവന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലത്തിൽ ഇല്ലാച്ചെന്നെങ്കിൽ ഞങ്ങൾക്ക് വ്യക്തമായിട്ട് ഇതേ ശൈലി നബി തങ്ങളുടെ കാലത്ത് കാണുക സാധ്യമാവില്ല. പക്ഷെ നബി തങ്ങളിൽ നിന്ന് അങ്ങ് മനസ്സിലാക്കിയത് ഉണ്ടാക്കിയാറ്. ജണ്ട് ബാങ്ക് കൊണ്ടുവന്ന് ഉമർ റളിയല്ലാഹു അൻഹു 20 റക്അത്ത് തറാവി ജമാഅത്തിലായിട്ട് ജാരി കൊണ്ടുവന്ന് അലി റളിയല്ലാഹു അൻഹു ഗ്രാമർ സിസ്റ്റം ജാരി കൊണ്ടുവന്ന് ഇതെന്തും നബിത്തങ്ങളെ കാലത്തിൽ ഇല്ലാത്ത വിഷയ. പക്ഷെ ഇതാക്കോ തീരാണ്ട് നബിത്തങ്ങൾ വഴിപാട്ടില്ല ഇല്ല. നബിത്തങ്ങൾ ചൊന്തു നല്ല ചെറിയ ഒരാൾ ഇസ്ലാമിൽ ഉണ്ടാക്കിയെങ്കിൽ അവന് അതിരെ കൂലിയുണ്ട്. അതുകൊണ്ട് പ്രവർത്തിക്കണമെങ്കിൽ ആൾമാരെ കൂലിയുണ്ട്. അതുപോലെ വഫ്അലുൽ ഖൈറാൻ ചൊന്നിട്ടും നേരെ സമ്മത പരിശുദ്ധ ഖുർആൻ നിങ്ങൾക്ക് തന്നത്. നിങ്ങൾ ഖൈർ ഏത് വേണമെങ്കിൽ ആക്കോറു നിങ്ങൾക്ക് വിജയിക്കാൻ ചൊന്നിട്ടു. അപ്പോ ഇതെല്ലാം ആയിട്ട് മുസ്ലിം പരമ്പര. അതുകൊണ്ട് ഇതിനെ ശരിക്കും മനസ്സിലാക്കിയിട്ട് ആരെ വസ്വാസിലും ബൂലാണ്ട്
നേർക്ക് ഞങ്ങളെ ഉലമാ ഞങ്ങളെ ആലിമീങ്ങ ഞങ്ങളെ ഉസ്താദുമാർ ഞങ്ങൾക്ക് പഠിപ്പാട്ടി തന്നെത്തെ ദീനുണ്ടല്ലേ ആ ദീന്റെ മുറുകെ പിടിച്ചെങ്കിൽ ഇൻഷാ അല്ലാഹ് ഞങ്ങൾക്ക് സ്വർഗത്തേക്ക് പോകണ സാധ്യ. ഈ ഇമാമിങ്ങളെ തവസ്സുലാക്കിയതിന്റെ പേരിൽ അതുപോലെ ഖബർ സിയാറത്താക്കിയതിന്റെ പേരിൽ ഇവിടെ 20 റക്അത്ത് തറാവി ജാരി കൊണ്ടുവന്നതിന്റെ പേര് അത് ബെടക്കുണ്ടല്ലോ ചൊല്ലേ ജണ്ട് ബാങ്കൂടെ ജാരി കൊണ്ടുവന്നതിന്റെ പേരിൽ ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഉമർ റളിയല്ലാഹു അൻഹു ഷാഫി ഇമാം അബൂ ഹനീഫ ഇമാം ഇങ്ങെല്ലാം നരകത്തേക്ക് പോകണുണ്ടായെങ്കിൽ ഞങ്ങൾ ഞങ്ങളൊട്ടിಗೆ ധൈര്യത്തേക്ക് നരകത്തേക്ക് പോവാ ചൊല്ലെങ്കെത്ത വിശ്വാസ ദൃഢമായ ഹിമ്മത്തും ഈമാൻ ഞങ്ങൾക്ക് വേണം. കാരണം അങ്ങ പോണ്ടെ നരക അത് സ്വർഗമായിട്ടിക്കട വാസ്തവത്തിൽ. അപ്പൊ ആ സ്വർഗത്തേക്ക് ഞങ്ങൾക്ക് ഒരുമിച്ച് കൂടണു. ബദരീങ്ങളൊട്ടിಗೆ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ജിവാറിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് കൂടണുണ്ടായെങ്കിൽ ഈ സുന്നി പരമ്പരയുടെ ബുട്ടിട്ടു ഒരിക്കലും സാധ്യയില്ല എന്ന് ചൊല്ലെങ്കെത്ത നല്ല ബോധം ഞങ്ങൾക്ക് വേണം. ഞങ്ങൾ പുതിയതായിട്ടൊരു ആശയം കേൾക്കുമ്പോൾ ഫസ്റ്റ് മനസ്സിലാക്കണ എന്തിനാ ചൊന്നെങ്കിൽ ഞങ്ങളെ ജമാഅത്തിൽ ഇത്ര വർഷമായിത്തൂടെ ദീൻ പഠിപ്പാട്ട് തുടങ്ങിയിട്ട് കൂടെ ഞങ്ങളെ കബറിന്റെ ചുറ്റുഭാഗത്ത് പള്ളിയുടെ ചുറ്റുഭാഗത്ത് മരിച്ചു കിടക്കണമെങ്കെത്ത എല്ലാ ആൾമാർ അങ്ങെല്ലാം നരകത്തിലിട്ടാണ് ഓൺ ചൊല്ലേ എത്ര ഇത്ര വർഷമായിത്തൂടെ മരിച്ചു കിടന്നെങ്കിൽ ആൾമാരെല്ലാം നരകത്ത് അങ്ങ് ശിർക്കാക്കി അങ്ങാണ്ടാ ചൊല്ലെ നന്റെ അബ്ബടെ അബ്ബ എല്ലാ പരമ്പര അങ്ങ് വലിയ വലിയ ആൾമാരായിട്ടിരുന്നത് അങ്ങെല്ലാം നരകത്തുക്ക് എന്ത് ഒരു രണ്ട് ബുക്ക് വായിച്ചിട്ട് വന്ന ഓണ് സ്വർഗത്തിൽ ചൊന്നെങ്കിൽ അവന്റെ വിറകത്തെ പോണുകു അത് അംഗീകരിക്കൂ ഒരു ബുദ്ധിയുള്ള ആൾക്ക് സാധ്യമായിട്ടാണ് കേൾക്കുന്നത്. എത്രമാ വർഷമായിട്ട് ഒരു മഹല്ലത്തിൽ പള്ളി ഉണ്ടാക്കിയിട്ട് 800 വർഷം അല്ലെങ്കിൽ 1000 വർഷമായിട്ട് അതിൽ പരമ്പരാഗതമായ സുന്നത്ത് ജമാഅത്ത് വിശ്വാസമായി നടന്നുകൊണ്ടുണ്ട്. പക്ഷെ ഒരു 900-1000 വർഷം കഴിഞ്ഞാൽ പിന്നെ ഇണ്ടൊരുത്ത വന്നിട്ട് ചൊല്ലാ അങ്ങ് കബർ സിയാറത്താക്കി അങ്ങ് അത് ശിർക്ക്, അങ്ങ് ജണ്ട് ബാങ്ക് കൊടുത്തങ്ങ അത് ശിർക്ക്, അങ്ങ് അറബിൽ ഖുത്ബോദി അങ്ങ് അത് ശരിയല്ല, അങ്ങ് 20 റക്അത്ത് തറാവീഹ് നിസ്കരിച്ചങ്ങ അത് ശരിയല്ല. അതുകൊണ്ട് അതെല്ലാം ശിർക്കായിട്ടിട്ട് ഇപ്പുറത്ത് വേറെ ഒരു പള്ളി ഉണ്ടാക്കുന്നു ചെന്നിട്ട് പുതിയൊരു പള്ളി ഉണ്ടാക്കിയ അപ്പൊ ഇണ്ട് മുതൽ ഈ പള്ളിയിൽ നിസ്കരിക്കിടങ്ങാണ് സ്വർഗത്തേക്ക് പോണ്ടേ. അപ്പൊ ഇത്രത്തോളം നിസ്കരിച്ച ആൾമാറും അപ്പുറത്തെ പള്ളിയിൽ അതുപോലെ ആ പള്ളിയിലെ മക്കബറത്തിൽ മരണപ്പെട്ട് കിടന്നെങ്കിൽ 800 വർഷം മുന്നത്തെ കബറെല്ലാം ഉണ്ട് മുഅ്മിനീങ്ങ അങ്ങെല്ലാം നരകത്തിൽ ചെന്നിട്ട് സമ്മതിക്കുക ഒരു സാമാന്യ ബുദ്ധിക്ക് സാധ്യമാണ് ഞാൻ കേട്ടോണ്ടുള്ള. അതുകൊണ്ട് ഞങ്ങളെ ബുദ്ധിയെ പണയ വെക്കാണ്ട് കാര്യം ശരിക്കും വേണ്ടതുപോലെ ഗ്രഹിച്ചിട്ട് സത്യാവസ്ഥ മനസ്സിലാക്കിയിട്ട് പിന്നെ സ്വർഗത്തിൽ എത്തുക ഞങ്ങളെല്ലാം ശ്രമിക്കണു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഞങ്ങൾക്ക് തൗഫീഖ് തരട്ടെ. ബഹുമാനപ്പെട്ട ബദരീങ്ങളെ മൗലൂദ് മദ്ഹ് ചൊല്ലത് അതുപോലെ ഞങ്ങളെ സ്മരിക്കരുത് സുന്നി മുസ്ലിമീങ്ങ പരമ്പരാഗതമായിട്ട് ലോകത്താക്കിക്കൊണ്ടുള്ളാറ്. പക്ഷെ ഈ നല്ല കാര്യമെല്ലാം ആക്കുമ്പോ ചില ആൾമാർക്ക് നൊമ്പലവിടെ അലർജിയാവിടെ അത് സാധാരണയായിട്ട് എല്ലാ വർഷം റമദാൻ വരുമ്പോ റമദാന്റെ തുടക്കത്തിൽ ഞങ്ങൾ തുടങ്ങല് തറാവി നിസ്കാരത്തെ പറ്റി ലോക മുസ്ലിമീങ്ങളെ ഒമ്മത്താഭിപ്രായത്തെ ചോദ്യം ചെയ്ത ആൾമാർ അതിൽ പിന്നെ ബദരീങ്ങളെ ആണ്ട് വരുമ്പോ ആ ബദരീങ്ങളെ സ്മരിക്കുക തീരാണ്ടും അങ്ങനെ മദ്ഹ് ചൊല്ലുക തീരാണ്ടും അങ്ങനെ പിന്നെ അനുസ്മരണ ആക്കുക തീരാതെ അനിസ്ലാമിക്ക അത് ഷിർക്ക് ചൊന്നിട്ടു മൊത്തം മുസ്ലിം ഉമ്മത്തിലെ വസ്വാസാക്കിയോണ്ടു അങ്ങനെ ഷിർക്ക് തള്ളിയോണ്ടും വലിയ ഖൈർ തടയിടങ്കത്തെ ഒരു വിഭാഗം എല്ലാ വർഷവും പ്രവർത്തിച്ചുകൊണ്ടിരിക്കാറ്. അങ്ങനെ അതിന്റെ ഭാഗമായിട്ട് ഇപ്പൊ അഞ്ഞ എഴുത്തും അതുപോലെ ക്ലിപ്പും അങ്ങനെ ചെമ്മ ബന്ധമുണ്ട്. ആ കൂട്ടത്തിൽ ഒരു മൗലവിയുടെ ക്ലിപ്പ് നാണ് കേട്ടെ. സുബ്ഹാനല്ലാഹ്, മുസ്ലിം ഉമ്മത്തിന് ശിർക്കിനെ തൊട്ട് രക്ഷപ്പെടുത്തുക അയാളാക്കിടങ്കത്തെ പാട് ഈ ലോകത്തിലുള്ള 99 ചില്ലാറ ഒലിമ്പോ ചില്ലാറ മുസ്ലിമീങ് അങ്ങനെയുള്ള മുശ്രിക്കീങ്ങ ശിർക്കാക്കിക്കൊണ്ടുള്ളാറ് ബദരീങ്ങളെ സ്മരിക്കുന്നത് കൊണ്ട് അങ്ങനെ മദ്ഹ് ചൊല്ലത് കൊണ്ട് അങ്ങ് ശിർക്കാക്കിക്കൊണ്ടുള്ളാറും ചൊന്നിട്ട് ലൈൻ അശ്റക്ത ലയഹ്ബത്തന്ന അമലുക വലിയ കാര്യമായി അയാൾ ഓതൊരു ആയത്ത് നബിയെ നിങ്ങൾ ശിർക്കാക്കിയെങ്കിൽ നിങ്ങളെ അമൽ വരെ പൊളിഞ്ഞു പോകും ചെന്നിട്ടു സുന്നി മുസ്ലിമീങ്ങ ആക്കടെ ആ ആചാരത്തെ ശിർക്കിന് ചെന്നിട്ട് മുദ്ര കുത്തിയിട്ട് യഥാർത്ഥത്തിൽ മുസ്ലിമീങ്ങ ബദരീങ്ങളെ മൗലൂദ് ഓതുമ്പോഴും അങ്ങനെ സ്മരിക്കുമ്പോഴും അങ്ങ ഒരിക്കലും അങ്ങ് ഇബാദത്താക്കടല്ല ബദരീങ്ങ ദൈവാൻ ചെന്നിട്ടു ദേവരും ചൊല്ല വിശ്വാസ സുന്നി മുസ്ലിമീങ്ങ ഇല്ല. പക്ഷെ നിങ്ങൾക്ക് അങ്ങനെ വിശ്വാസമുണ്ടോ നിങ്ങൾ ശിർക്കാക്കിടാറ് അള്ളാഹുടൊട്ടിಗೆ പിന്നൊരാളെ കൂറുകൂട്ടിക്കൊണ്ടുള്ളാറും ചെന്നിട്ടു വെറുതെ ഇല്ലാത്ത ആരോപ സുന്നി മുസ്ലിമീങ്ങളെ ആക്കിയിട്ട് അങ്ങനെ മുശ്രിക്കാക്കിടങ്കത്തൊരു കൂട തന്ത്രായിട്ടിക്കട ഈ മൗലവിമാർ ആക്കിക്കൊണ്ടുള്ള വാസ്തവത്തിൽ അസത്യത്തിലായിട്ടിക്കട അങ്ങ ഉള്ള ബദരീങ്ങളെ സ്മരിക്കാണ്ട് ഒരിക്കലും നമുക്ക് ഒരു യഥാർത്ഥ ശരിയായ മുസ്ലിം എന്ന് ചൊല്ലുക സാധ്യയില്ല. ഇസ്ലാമുക ഇസ്സത്ത് കൊണ്ടുവന്നെങ്കത്ത ആ ബദരീങ്ങളെ സ്മരിക്കാണ്ട് ഞങ്ങൾ ഇങ്ങനെ ഒരു വണങ്ങിയ ഇസ്ലാമായിട്ട് പോണു പരിശുദ്ധ ഇസ്ലാം ഒക്കെ ഒരിക്കലും നമുക്ക് പഠിപ്പാട്ടിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ആ ക്ലിപ്പിലുള്ളങ്കത്ത മൗലവി അല്ലെങ്കിൽ ഏത് മൗലവിമാറും ദുആ ചൊന്നെങ്കിൽ എന്തിനു ചൊന്നിട്ട് സ്പഷ്ടമായിട്ട് അങ്ങ് ചൊന്നു കൊടുക്കണം. അങ്ങ് അതൊന്നും ചൊല്ലില്ല.
ಉದುನಿ ಅಸ್ತಜಿಬ್ ಲಕುಂ ಅಂತ ಚಂದ್ರೆಂಟು ನಂಗ ಬದ್ರೀಗಳೊಟ್ಟಿಗೆ ಸಹಾಯ ಕೊಂಬ ಅಂಗ ನಂಕೆದರಾಯಿತು ಹೋದ್ರ ಆಯತ್ತು ಉದುನಿ ಅಸ್ತಜಿಬ್ ಲಕುಂ അള്ളാഹുടൊട്ടികല്ല ദ്വാരക്കൊണായ പ്രാർത്ഥിക്കൊണായ നിങ്ങന്റെ ബദരീങ്ങളൊട്ടിಗೆ കേൾക്കടേണ്ട യഥാർത്ഥത്തിൽ ഈ ദുആ അള്ളാഹുടൊട്ടിಗೆ നടത്തുന്ന ദുആ ഏത് അദ്ദുആ ഹുവൽ ഇബാദ ഇബാദത്തായ ദുആ ഏതെന്ന് ചൊന്നിട്ട് മൗലവിമാർ ശരിക്കും വിശദീകരിക്കണം. അങ്ങ് ഇണ്ടുത്തോല അത് വിശദീകരിക്കില്ല. അതുപോലെ ഷിർക്ക് എന്തിനാന്ന് ചൊന്നിട്ട് ഇണ്ടുത്തോല അങ്ങ് വിശദീകരിച്ചിട്ടില്ല. വെറുതെ നിന്റെങ്കും തെച്ചെങ്കും ഷിർക്കും ചൊല്ല അല്ലാണ്ട് വാസ്തവത്തിൽ ഷിർക്ക് എന്തിനാന്ന് ചൊന്നിട്ട് അങ്ങ് ഇണ്ടുത്തോല വിശദീകരിച്ചിട്ടില്ല. ഞാൻ ഇന്നത്തെ ക്ലാസ്സിൽ ചൊന്നിട്ടിന്നെ അള്ളാഹുടൊട്ടിಗೆ പിന്നൊരാളുടെ കൂറു കൂട്ടിയിട്ട് അവണ്ടൊട്ടിಗೆ ദൈവത്വം കൽപ്പിച്ചിട്ട് അവന്റെ വിളിക്കടെ അവന്റെ ആരാധനാക്കടെ അതായിട്ടിക്കട് യഥാർത്ഥത്തിൽ ഷിർക്ക് അവിടെ. അതേ സമയത്ത് മഹാന്മാരായ സ്വാലിഹ്യങ്ങളൊട്ടിಗೆ സഹായ കെട്ടെങ്കിൽ അങ്ങനെ മധ്യവർത്തിയാക്കിയിട്ട് അള്ളാഹുടൊട്ടിಗೆ പ്രാർത്ഥന ആക്കിയെങ്കിൽ ഒരിക്കലും അത് ഷിർക്കും ചൊന്നിട്ടു ലോകത്ത് വന്ന ഒരാളും ചൊന്നിട്ടില്ല. ഹിജറ 7-8 നൂറ്റാണ്ടിൽ വന്നെങ്കത്തെ ഇബ്നു തൈമിയാണ് ആദ്യമായിട്ട് ഇത്തിഹാസത്തെ എതിർത്തെ. അണ്ട് അയാളെ എതിർത്തപ്പ അണ്ടുള്ള സമകാലീനരായ മുസ്ലിം ഉലമാ അതിലെ ശരിക്കും അയാളെ വിരോധാക്കിട്ടിന്നാറ് ഇമാം സുബുക്കി റഹ്മത്തുള്ളാഹി അലി ലോകപ്രസിദ്ധനായ പണ്ഡിതൻ. അയാൾ ഷിഫാവു സഖാം ചൊല്ല ഗ്രന്ഥ എഴുതിയിട്ട് ഇബ്നു തൈമിയെ വെല്ലുവിളിച്ചിട്ടിന്ത് ഇബ്നു തൈമിയക്ക് ഒരു രോഗാണ് ഉണ്ടായത്, ദാഉൻ ലാ ദവാ അലഹു മരുന്നില്ലാത്ത രോഗാണ്ട് അയാൾ ചൊന്നു. കാരണം അണ്ടുത്തോല ഉള്ള ഒരു മുസ്ലിമീങ്ങും പരിചയമില്ലാത്ത എനിക്കത്തൊരു പുതിയ വാദത്താണ് അണ്ട് ഇബ്നു തൈമിയെ കൊണ്ടുവന്നത്. അതിലെ ബാക്കി പത്രാണ് ഇന്നത്തെ വഹാബിങ്ങെല്ലാം ചൊന്നോണ്ടുള്ളേ. അപ്പൊ ഏതായാലും മിക്കട്ട് കാര്യമായിട്ട് ആ മൗലവി പിന്നെ അതിൽ കേക്കടെ ബദ്രീങ്ങളെ ആണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ആക്കിട അയിൽ പിന്നെ വന്ന സ്വഹാബിങ്ങ ആക്കിടാന്ന് ചൊന്നിട്ട് കാര്യമായിട്ട് അയാൾ കേട്ടോണ്ടുണ്ട്. വാസ്തവത്തിൽ സ്വഹാബിങ്ങ ആക്കിടാണ്ട് കേൾക്കുക ഒരു അർഹതയും അങ്കില ഇല്ല. കാരണം സ്വഹാബിങ്ങളെ തള്ളിടങ്കത്തെ ആൾമാരാണ് ഈ വഹാബിങ്ങ. ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു 20 റക്അത്ത് തറാവിഹി ജമാഅത്തായിട്ട് നിർവഹിച്ചത് ലോക മുസ്ലിമീങ്ങ സമ്മതിച്ചുകൊണ്ടിരിക്കുമ്പോ ഉമർ റളിയല്ലാഹുവിന്റെ മുട്ടത്തെ മദീനത്തെ പള്ളിയിലെ മുട്ടത്തിലെ ഇന്ന് ആയിഷ ബി റളിയല്ലാഹു അൻഹ 36 വർഷം അവിടെ ഇന്നിട്ട് ഒരു വാക്കുകൊണ്ട് പോലും വിരോധിക്കാത്ത എങ്കത്തെ ആയിഷ ബി റളിയല്ലാഹു അൻഹ. ഇങ്ങനെ സ്വഹാബിങ്ങ മൊത്തം ഇജ്മാ എങ്കത്തെ 20 റക്അത്തിനെ എതിർത്തിട്ട് വെറും 11 റക്അത്ത് 8 റക്അത്തിന് ചൊല്ലേ സ്വഹാബിങ്ങളെ എതിർക്കിടങ്കത്തെ ഈ വഹാബിങ്ങൾക്ക് അഹ്ലു ബദറിന്റെ വിഷയത്തിൽ ഒരിക്കലും സ്വഹാബിങ്ങളെ കേൾക്കുക യാതൊരു അർഹതയുമില്ല. സ്വഹാബിങ്ങ ആക്കിടാറാണ്ട കേക്കടെ ബദർ മൗലിദ് ബദ്രീങ്ങളെ മഹത്വം സ്വഹാബിങ്ങ ചൊന്നറാറാണ്ട ഇങ്ങ കേട്ടിട്ട് വിശ്വാസാക്കടെ. സ്വഹാബിങ്ങ ആക്കിയത് ഇങ്ങ എത്ര സ്വീകരിച്ചാറ്? ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ജണ്ട് വാങ്ങി കൊടുത്തു. പക്ഷെ ആ ജണ്ട് വാങ്ങി കൊടുത്തത് ഒരിക്കലും ഈ വഹാബിങ്ങ അതിനെ സ്വീകരിക്കുക തയ്യാറില്ല. അപ്പൊ സ്വഹാബിങ്ങളെ എതിർക്കിടങ്കത്തെ ആൾമാരാണ് വഹാബിങ്ങ. അപ്പൊ അങ്ങനത്തെ ആൾമാർ ഈ വിഷയത്ത് ബദറിന്റെ വിഷയം മാത്രം വരുമ്പോ സ്വഹാബിങ്ങ ആക്കിടാറാണ്ട് കേക്കിടക്ക് എന്തൊരു അർത്ഥമുള്ളേട്ട് മുസ്ലിം ലോക മുസ്ലിമീങ്ങ അത് മനസ്സിലാക്കിയങ്ങ്. അതുപോലെ ബദർ അഹ്ലു ബദർ സ്മരിക്കരുത്, മഹാന്മാരെ സ്മരിക്കടെ. ഞങ്ങളെ പേരിൽ പിന്നെ പോത്തറുത്ത് കൊടുക്കൂടെ അല്ലെങ്കിൽ ആടറുത്ത് കൊടുക്കൂടെ അതിനെ കാര്യമായിട്ട് ഇങ്ങനെ എതിർത്തുകൊണ്ടുള്ളാർ. വാസ്തവത്തിൽ ബഹുമാൻ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ അനുസ്മരണം ആക്കിക്കൊണ്ടിട്ടും ഖദീജ ബീവിയുടെ പേരിൽ ആടർത്തിട്ട് സ്വതക്ക കൊടുത്തോണ്ടിന്ന് ചൊന്നിട്ട് ഇമാം ബുഖാരി ഇങ്ങ 4000 വട്ട ബുഖാരിലുണ്ടാന്ന് കേക്കില്ലേ. ആ സ്വഹീഉൽ ബുഖാരിയിലെ ഖദീജ ബീവിയുടെ സ്മരണ ആക്കിക്കൊണ്ടിട്ടും ഖദീജ ബീവിയുടെ മദ്ഹ് ചൊന്നുകൊണ്ടിട്ടും ആ ഖദീജ ബീവിയുടെ പേരിൽ ആടർത്തിട്ട് പാവപ്പെട്ട ആൾമാർക്കും ഖദീജ ബീവിയുടെ ചങ്ങായിമാർക്കും ദാന കൊടുത്തോണ്ടിട്ടും സ്വഹീഉൽ ബുഖാരിയിലേ ഉണ്ട്. അപ്പോൾ അത് ഷിർക്ക് ഉണ്ടായെങ്കിൽ ഇസ്ലാമിൽ ആക്കോ തീരാത്ത സ്വര ഉണ്ടായെങ്കിൽ എന്തിക്ക് വേണമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖദീജ ബീവിയുടെ പേരിൽ അതാക്കണം. അതുകൊണ്ട് ഒരിക്കലും ഇങ്ങ ചൊല്ലെങ്കത്തെ ഇസ്ലാം ഒരു തലയും വാലും ഇല്ല, അതിക്ക് എന്തൊരു ഒരു കയമ്പും ഇല്ല. പിന്നെ അയാൾ കാര്യമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാലത്തിൽ ഇല്ലാത്തത് എന്തു ആക്കിയെങ്കിൽ അത് റദ്ദുണ്ട് അയാൾ ചൊന്തു. വാസ്തവത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങമേ ചൊന്നു മൻ സന്ന ഫിൽ ഇസ്ലാമി സുന്നതൻ ഹസനതൻ ഫലഹു അജ്റുഹാ വ അജ്റു മൻ അമില ബിഹാ. ഇസ്ലാമിൽ നല്ല ഒരു ചര്യ ഒരാൾ ആക്കിയെങ്കിൽ അവനുക്ക് അതിരെ കൂലിയുണ്ട്, അതുകൊണ്ട് അമൽ ചെയ്ത എല്ലാ ആൾമാരെ കൂലി കിട്ടുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങമേ പഠിപ്പാട്ടിയത്. അപ്പൊ ഹൈറായ ഏത് കാര്യവും ആക്കാണ്ടാണ് ഇസ്ലാം പഠിപ്പാട്ടിയുണ്ടുള്ളത്. പിന്നെ അങ്ങ് നബി തങ്ങളെ കാലത്തിൽ ഇല്ലാത്തത്, നബി തങ്ങ ചൊല്ലാത്തത്, നബി തങ്ങ ആക്കാത്തത്, നബി തങ്ങ മൗന അനുമതി കൊടുക്കാത്തത് എല്ലാ ബിദഅത്തും വലാലത്ത് നരകത്ത് കണ്ടങ്ങ് ചൊന്നുകൊണ്ടുള്ളാർ. എങ്കിൽ ബഹുമാന്യരായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്താവുമ്പോൾ മുസ്ഹഫ് ഖുർആൻ സ്വഹാബികളെ മനസ്സിലാണ് വെച്ചുപോയത്. ಅದರ ಜಂಡು ಚಟ್ಟದ ಉಲ್ಗ ಕವರ್ರ ಉಲ್ಗ ಕೊಂಡು ಬಂದಂತೆ ಆಳಾണ് ಸಿದ್ದೀಕ್ റളിയല്ലാഹു അൻഹു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായ ഉടനെ ദീനിലില്ലാത്തങ്കത്തെ ഒരു കാര്യം സിದ್ದೀಕ್ റളിയല്ലാഹു അൻഹു ആക്കിത്ത് വലാലത്തായ ബിദഅത്താക്കിത്ത് എന്ന് ചൊന്നിട്ട് വഹാബികളെ ഭാഷയിൽ ചൊല്ലണം. അതുപോലെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു 20 റക്അത്ത് ജമാഅത്തായി സംഘടിപ്പിച്ചത് വലാലത്തായ ബിദഅത്തിന് വഹാബികളെ ഭാഷയിൽ ചൊല്ലണം. അപ്പോ നബി തങ്ങൾ പിന്നെ വന്നങ്കത്തെ സ്വഹാബിങ്ങമേ വലാലത്തായ ബിദഅത്ത്
ബിദ്അത്താക്കിയതുകൊണ്ട് നരകത്തിക്ക് പോയാറെന്ന് ചൊല്ലെ വലിയ ഗംഭീരമായ വാദ വഹാബികളെ ഭാഷയിൽ ചെല്ലണം അവിടെ ബുദ്ധി ഇല്ലെങ്കിൽ. വാസ്തവത്തിൽ ആ സ്വഹാബികളെ അംഗീകരിക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങമേ പഠിപ്പാട്ടിയിട്ട് അസ്ഹാബി കന്നുജൂം ബി അയ്യിഹി മുക്തദൈതും ഇഹ്തദൈതും, നന്റെ സ്വഹാബിങ്ങൾ നക്ഷത്ര സമാനർ, അങ്ങനെ ആര് പിറകത്തെ നിങ്ങൾ പോയെങ്കിൽ നിങ്ങൾ വിജയിക്കിടാറെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പാട്ടിತ್ತು. മാത്രമല്ല നന്നിൽ പിന്നെ ആരെങ്കിലും ജീവിച്ചെങ്കിൽ ഫസയറ ഇഖ്തിലാഫൻ കസീറ, അവന് ധാരാളം അഭിപ്രായ വ്യത്യാസം കാണുക. ആ സമയത്ത് നിങ്ങൾ അലൈക്കും ബിസുന്നത്തി വസുന്നത്തുൽ ഖുലഫാഇർ റാഷിദീൻ, നന്റെ ചര്യ പിടിക്കോറു, അതുപോലെ ഖുലഫാഉർ റാഷിദീങ്ങളെ ചര്യ നിങ്ങൾ മുറുകെ പിടിക്കോറു ഉണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പാട്ടിയത്. അപ്പൊ സ്വഹാബിങ്ങ ആകൃത് നബി തങ്ങളെ സുന്നത്തിലെ ഭാഗാണ്ടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഹദീസിലെ ഉണ്ട്. അതുകൊണ്ട് അതെന്തും സമൂഹത്തിന് വിശദീകരിച്ചു കൊടുക്കാണ്ട് വെറും അത് നബിയാക്കിരാണ്ട് കേട്ടിട്ട് ഇങ്ങനെ വസ്വാസാക്കടങ്കെത്ത ആൾമാർ വാസ്തവത്തിൽ ബിദ്അത്ത് എന്ന് ചൊന്നെങ്കിൽ എന്തിരെ ഇതിനെപ്പറ്റി ശരിക്കും പഠിച്ചെങ്കത്തെ 10 ലക്ഷം ഹദീസ് കാണാപ്പാടുള്ളെങ്കത്തെ ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി വിശദീകരിക്കുന്നത് ദീനിന് എതിരാവാത്ത കാര്യമാണ് ബിദ്അത്ത്. മൻ അഹ്ദസ ഫീ അംരിനാ ഹാദാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദ്. ഞങ്ങളെ ഈ ദീന്റെ വിഷയത്തിൽ അതിൽ പെടാത്തത് ആരെങ്കിലും ഉണ്ടാക്കിയെങ്കിൽ അത് റദ്ദ്, അത് എതിർക്കൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ലെ. അതെല്ലാം മനസ്സിലാക്കിയെങ്കിൽ ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി ചൊല്ലു അൽ മുഹ്ദസാത്തുൽ അർബാനി ഇമാം ബൈഹഖി ഉദ്ധരിക്കട് ദീനിൽ പുതിയതായി ഉണ്ടാക്കുന്ന കാര്യം 2 ടൈപ്പ്. ഒന്ന് മാ ഉഹ്ദിസ പിന്നെ യുഖാലിഫു കിതാബൻ ഔ സുന്നത്തൻ ഔ അസറൻ ഔ ഇജ്മാഅൻ, ഖുർആനുക ഹദീസുക അല്ലെങ്കിൽ മഹാന്മാരെ പലക്കത്തുക അല്ലെങ്കിൽ മുസ്ലിം ലോകത്തെ ഏക അഭിപ്രായത്തിന് എതിരാവുടങ്കത്തെ കാര്യം ഉണ്ടാക്കിയ ഒന്ന് ഫഹാദിഹി ബിദ്അത്തുൻ വലാല, ഇത് എതിർക്കൊണായങ്കത്തെ ബിദ്അത്ത്, ആ ബിദ്അത്ത് നരകത്ത് കയറ്റിക്കിട്. അപ്പൊ ഖുർആൻ ഹദീസ് ഇജ്മാഅ് എതിരാവുടങ്കത്തെ ഒരു കാര്യം പുതിയതായി ഉണ്ടായെങ്കിൽ അത് വലാലത്തായ ബിദ്അത്ത്. അതേ സമയത്ത് വമാ ഉഹ്ദിസ മിനൽ ഖൈരി ലാ യുഖാലിഫു ശൈഅൻ മിൻ ദാലിക, ഖുർആൻ ഹദീസ് ഇജ്മാഅ് എതിരാവാത്ത ഖൈറായ കാര്യം ആരെങ്കിലും ഉണ്ടാക്കിയെങ്കിൽ ഫഹാദിഹി മുഹ്ദസത്തുൻ ഗൈറു മദ്മൂമ, അത് ആക്ഷേപിക്കപ്പെടുന്നായ ബിദ്അത്തല്ല, അത് നല്ല ബിദ്അത്ത്. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി പരിപാട്ട് പിന്നെ ഫത്ഹുൽ ബാരിയിൽ ഇബ്നു ഹജർ അൽ അസ്ഖലാനി റളിയല്ലാഹു അൻഹു ചൊല്ലു വമാ കാന ലഹു അസ്ലുൻ യദുല്ലു അലൈഹി ശറഉ ഫലൈസ ബിബിദ്അത്തിൻ, ശറഅ് ഇസ്ലാമിക ശരീഅത്തിലെ അടിസ്ഥാനം ഉള്ളെങ്കത്തെ ഒരു കാര്യ അതൊരിക്കലും ബിദ്അത്തല്ല. അപ്പൊ മഹാന്മാരെ സഹായകേക്കടെ, മഹാന്മാരൊട്ടിಗೆ മഹാന്മാരെ മധ്യവർത്തിയാക്കടെ, അതുപോലെ മഹാന്മാരായ സ്വാലിഹീങ്ങളെ സ്മരിക്കടെ, അങ്ങനെ മൗലുദ് ചൊല്ലെ, അങ്ങനെ മദ്ഹ് ചൊല്ലത് ഇസ്ലാമികപരമായി അത് അടിസ്ഥാനം ഉള്ളെങ്കത്തെ ഒരു വിഷയ. അതുകൊണ്ട് അതൊരിക്കലും ബിദ്അത്താവുക സാധ്യയില്ല. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാലത്തില്ലാത്ത എല്ലാം ബിദ്അത്ത് അനാചാരാൻ ചൊന്നിട്ട് പഠിച്ചു വെക്കരുത്, അത് ശുദ്ധ അബദ്ധമായിട്ടിക്കരുത്. നബി തങ്ങളെ കാലത്തില്ലാത്തത് എല്ലാ അനാചാര ബിദ്അത്ത് ഒക്കെ ഉണ്ടായെങ്കിൽ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആക്കിയതേ ബിദ്അത്ത് അനാചാരാണ് ചൊല്ലണാവും. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അതുപോലെ പിന്നെ വന്ന സ്വഹാബിങ്ങൾ ആക്കിയ നല്ല കാര്യമല്ല അനാചാരാണ് ചൊല്ലണാവും. അതുകൊണ്ട് ഒരിക്കലും ഇങ്ങനത്തെ ഒരു ഡെഫിനിഷൻ ബിദ്അത്ത് ലോകത്ത് വഹാബി അല്ലാത്ത ആരും ചൊന്നിട്ടില്ല. വിവരം ഇല്ലാത്ത എങ്കത്തെ വഹാബിങ്ങൾ മാത്ര മുസ്ലിം ലോക ആക്കിക്കൊണ്ടുള്ള സൽക്കർമ്മത്തെ എതിർക്കുകയായിട്ട് മുസ്ലിമീങ്ങളെ ഷിർക്ക് തള്ളുകയായിട്ട് ഇങ്ങനത്തെ പുതിയ പുതിയ വാദ കൊണ്ടുവന്നവരല്ലാണ്ട് മുസ്ലിം ലോകത്ത് കഴിഞ്ഞു പോയെങ്കത്തെ ഒരു മഹാനും ഇതിരെ ബിദ്അത്ത് അത് വലാലത്തുണ്ട് ചൊന്നിട്ടേ ഇല്ല. അതുകൊണ്ട് ശരിക്കും ബിദ്അത്ത് എന്തേ അതുപോലെ സുന്നത്ത് എന്തേ ശരിക്കും ഞങ്ങൾ പഠിക്കണു. ബിദ്അത്ത് വലാലത്തായ എതിർക്കൊനായ നരകത്തുക പോണ്ട ബിദ്അത്ത് ഏതെന്ന് കേട്ടെങ്കിൽ ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി പഠിപ്പാട്ട് ദീന്റെ ഖുർആൻ ഹദീസ് ഇജ്മാ ഇതിൽ ഒരു അടിസ്ഥാനവും കാണില്ല, അങ്ങനത്തെ ഒരു കാര്യം ഉണ്ടാക്കിയെങ്കിൽ അത് ബിദ്അത്ത്. അല്ലാത്ത ഖൈർ ആറുണ്ടാക്കിയെങ്കിലും അതൊരിക്കലും ബിദ്അത്താവുക സാധ്യയില്ലാണ്ട് ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി പഠിപ്പാട്ടിട്ട് അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഹദീസിലെ ഉണ്ട്. അതുകൊണ്ട് ആ കാര്യം പ്രത്യേകമായിട്ട് ഞങ്ങൾ മനസ്സിലാക്കണം. ഇനി മഹാന്മാരായ ബദരീങ്ങളെ സ്മരിക്കുന്നതാണ് എനിക്ക് വലിയ തലനൊമ്പല ആയിട്ടുള്ളത്. വാസ്തവത്തിൽ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ബാബു ലർബി ദുഫൂൻ ചൊന്നിട്ട് ഒരു അധ്യായമേ സ്വഹീഹുൽ ബുഖാരിയിൽ കൊണ്ടുവണ്ട്. ഇതെല്ലാം കണ്ടിട്ടും കാണാത്ത പോലെ ആക്കടെ, കണ്ണടച്ച് ഇരുട്ടാക്കടങ്കത്തെ സ്വറാണ് വഹാബിയോട് ആക്കിക്കൊണ്ടുള്ളത്. അതുകൊണ്ട് സാമാന്യ മുസ്ലിമീങ്ങൾ ഒരിക്കലും ഇതിൽ വഞ്ചിതരായി പോണുകുത്തിറ. അവിടെ കാലത്തിൽ റുബയ്യ ബിന്ത് മുഅവ്വിദ് ബിൻ അഫ്രാ റളിയല്ലാഹു അൻഹ, മുഅവ്വിദ് ബിൻ അഫ്രാ റളിയല്ലാഹുവിന്റെ മോളു റുബയ്യ ചൊല്ല പെണ്ണിങ്ങ ചൊല്ലു ആ മഹദിരെ വിവാഹത്തണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഫജലസ അലാ ഫിറാഷി നന്റെ ഔത്തു വന്നിട്ട് വിരിപ്പിൽ തെച്ചിട്ട് അപ്പൊ ഫജഅലത്ത് ജുവൈരിയാത്തുല്ലന യദ്രിബുന ബിദ്ദുഫ്, ഞങ്ങളെ ചില പെണ്ണിങ്ങ ദഫ് മുട്ടു തുടങ്ങിയാറ്. വയന്തുബുന മൻ ഖുതില മിൻ ആബാഇ യൗമ ബദർ, ബദർ രണ്ട് മരിച്ചുപോയെങ്കിൽ നന്റെ ഉപ്പാപ്പമാരിൽ കുറെ ആൾമാരെ നുദുബ അങ്ങ് മദ്ഹ് ചൊല്ലു തുടങ്ങിയാർ. നുദുബ ചൊന്നെങ്കിൽ അവിടെ ഫത്ഹുൽ ബാരിയിൽ ഇബ്നു ഹജർ വിശദീകരിക്കും
മഹാന്മാർ വിശദീകരിക്കാറ് ദിക്റു ഔസാഫിൽ മയ്യിത്തി പിന്നെ ബിസനായി അലൈഹി വതഅദീദി മഹാസിനിഹി ബിൽ കറമി വശജാഅതി വനഹ്ബിഹ മയ്യിത്തിരെ നല്ല ഗുണങ്ങൾ എടുത്തു ചൊല്ലെ മയ്യിത്തിരെ മദ്ഹ് ചൊല്ലെ മയ്യിത്തിരെ പോതുരെ ഇതാണ് നുദ്ബ അവിടെ ബദറിൽ കൊല്ലപ്പെട്ട മഹാന്മാരെ ഇങ്ങ മദ്ഹ് ചൊന്നോണ്ടിന്നാറ് ഈ പെണ്ണിങ്ങ അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ വന്നപ്പ ഇത് കാലത്ത് ഇഹ്ദാഉന്ന പെണ്ണിങ്ങൾപ്പെട്ട ഒത്തി ചെന്നാള് ചൊന്തു വഫീന നബിയുൻ യഅലമു മാ ഫീ ഗദിൻ ചൊന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സെപ്പറേറ്റ് ആയിട്ട് മദ്ഹാക്കോ തുടങ്ങിയിട്ട് ഗൈബ് തെറ നബി ഞങ്ങളെ കൂട്ടത്തിലുണ്ട് അപ്പൊ നബി തങ്ങ ചൊന്തു ദഈഹാദിഹി വഖൂലി ബില്ലദി കുന്തി തഖൂലിൻ ഇത് നീ ഇപ്പ ചൊല്ലണ്ട നീ നേരത്തെ ചൊന്നോണ്ടിന്നല്ല ബദരീങ്ങളെ മഹത്വ അതിരെ നീ വിശദീകരിക്കും ചൊന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ വടിപ്പാട്ടിട്ട് ഊടെയും വഹാബിയും ഒരു സറാക്കട എന്തിരെ ചൊന്നെങ്കിൽ നബി തങ്ങ വന്നപ്പോ ആ പെണ്ണ് ചൊന്തല്ല ഗൈബ് അറിയില്ല നബി തങ്ങ വന്നിന് ചെന്നപ്പോ അത് ചെല്ലണ്ട നേരത്തെ ചൊന്ന മദ്ഹ് ചൊല്ലുണ്ടു ഇത് അതുകൊണ്ട് നബി തങ്ങ ഗൈബ് കൊന്തില്ല മദ്ഹ് ചൊല്ല നബി തങ്ങ നിഷേധിച്ചിട്ടുണ്ടാണ് വഹാബിങ്ങളെ വാദ ഇതിൽ വാസ്തവത്തിൽ അത് നീ ഇപ്പൊ ചൊല്ലണ്ട നിന്റെ സെപ്പറേറ്റ് ആയിട്ട് നീ മദ്ഹ് ഇപ്പാക്കണ്ട നീ നേരത്തെ ബദരീങ്ങളിൽപ്പെട്ട ആൾമാരെ മദ്ഹ് ചൊന്നോണ്ട് ഇന്നല്ലേ ബദരീങ്ങളിൽപ്പെട്ട ഒന്നാമത്തെ മെമ്പർ അല്ലേ ഞാൻ അപ്പൊ ഇങ്ങളെ മദ്ഹ് ചൊല്ലുമ്പോ എല്ലാരെ ഒട്ടിಗೆ മദ്ഹ് ചെന്ന പോലെ ആവുടു അതുകൊണ്ട് അങ്ങനെ എല്ലാരെ മദ്ഹും നീ ചൊല്ലുണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ പഠിപ്പാട്ടിലെ വാസ്തവത്തിൽ ഇത് കേൾക്കുമ്പോ വഹാബിങ്ങൾക്ക് ജാവുണ്ട് ചെന്നെങ്കിൽ പോലുണ്ടാണ് മനസ്സിലാവിടെ പോലുണ്ട് ചെന്നെങ്കിൽ ജാവുണ്ടാണ് മനസ്സിലാവിടെ ഇതിരെ നേരെ ഉൾട്ടായിട്ട് അങ്ങ് തെളിവ് പിടിക്കുക നബി തങ്ങ ഗൈബ് അറിയില്ലാണ്ടല്ല ഇതിന്റെ അർത്ഥം ഇത് നീ ഇപ്പൊ ചൊല്ലണ്ട നേരത്തെ ചൊന്നോണ്ട് ഇന്ന ബദരീങ്ങളെ മൊത്തം മദ്ഹ് നീ ചൊല്ലണു ബദരീങ്ങളെ ഒന്നാമത്തെ മെമ്പർ നാനായിട്ടിക്കട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ ഗൈബ് തേറിന് ചൊന്നിട്ട് പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ജിന്നിൽ അല്ലാഹു ചൊന്നിട്ടുള്ള ഞാൻ എല്ലാവർക്കും പിന്നെ ഗൈബ് ആർക്കും അറിയിച്ചു കൊടുക്കില്ല ഇല്ലാ മൻ ഇർതളാ മിൻ റസൂലി ഞാൻ ഇഷ്ടപ്പെട്ട റസൂൽ പ്രവാചകന്മാർക്ക് ഗൈബ് അറിയിപ്പാട്ടി കൊടുക്കുകയാണ് പരിശുദ്ധ ഖുർആനിലെ ഉണ്ട് അപ്പൊ ഏതായാലും ബദറിൽ കൊല്ലപ്പെട്ട മഹാന്മാരെ മദ്ഹും ഗുണഗാന ചൊല്ലേത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ അംഗീകരിച്ചിട്ട് അപ്പൊ അതുകൊണ്ട് അത് ബിദഅത്ത് അല്ലാണ്ട് മാത്രമല്ല അത് നേരെ സുന്നത്തിട്ടാണ് ഇതിലൂടെ നിങ്ങൾക്ക് മനസ്സിലാവുക ബദരീങ്ങളെ മഹത്വ ചൊല്ലേത് അങ്ങനെ മൗലിദ് ചൊല്ലേത് കാര്യമായിട്ട് കേൾക്കില്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ ബദരീങ്ങളെ മദ്ഹ് ചൊല്ലേത് അംഗീകരിച്ചതാണ് നബി തങ്ങ അംഗീകരിച്ചത് സ്വഹീഹുൽ ബുഖാരിയിലുള്ള സ്വഹീഹായ ഹദീസല്ലേ അപ്പൊ ബിദഅത്ത് അല്ലാണ്ട് മാത്രമല്ല ഇത് നേരെ സുന്നത്തിട്ടാണ് ഇതിലൂടെ നിങ്ങൾക്ക് മനസ്സിലാവുക അപ്പൊ ബദരീങ്ങളെ മഹത്വ ചൊല്ലേത് അത് സുന്നത്തും ചൊന്നിട്ടു ആ കാര്യം നിങ്ങൾ പ്രത്യേകിച്ച് മനസ്സിലാക്കണം പിന്നെ കാര്യമായി അങ്കുള്ള ഇഷ്കാല് ചോദ്യ അങ്ങനെ വിളിച്ച് പ്രാർത്ഥന നടത്തമാണ് വിളിച്ച് പ്രാർത്ഥന എന്തെല്ലാം ആക്കിയിട്ട് ശിർക്കാക്കുക ശ്രമാണ് ആക്കിക്കൊണ്ടുള്ളേ വാസ്തവത്തിൽ ഞാൻ ചൊന്ന ഇസ്തിഗാത്താൻ ചൊന്നെങ്കിൽ മഹാന്മാരൊട്ടിಗೆ ഷഫാഅത്ത് ഞങ്ങൾ കേൾക്കടേ ഞങ്ങൾ വെറും താന്ന ആൾമാർ മഹാന്മാർ അള്ളാഹുരൊട്ടിಗೆ ഏറ്റവും കൂടുതൽ അടുത്തങ്കത്തെ ആൾമാർ അപ്പൊ അങ്ങ് അള്ളാഹുരൊട്ടിಗೆ ഒരു കാര്യം കേട്ടെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അത് പ്രത്യേകം അങ്ങ് ഉത്തര കൊടുക്കാൻ ചൊല്ലതിക്ക് സംശയമേ ഇല്ല ലൈൻ സഅലനി ലഉതിയന്ന നന്റൊട്ടിಗೆ അങ്ങ് കേട്ടെങ്കിൽ ഞാൻ അങ്ങ് ജവാബ് കൊടുക്കട ഉത്തര കൊടുക്കാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല മെച്ചൊന്നറ അതുകൊണ്ട് ഞങ്ങളെ ഒരു കാര്യം റെഡിയായി കിട്ടുകയായിട്ട് മഹാന്മാരൊട്ടിಗೆ ഷഫാത്ത് ഷിഫാറസ് ഞങ്ങൾ കേട്ടോണ്ടുള്ളേ ഇത് തീരാൻ ചൊന്നത് 8ാം നൂറ്റാണ്ടിൽ വന്ന ഇബ്നു തൈമിയ മാത്ര അയാളെ എല്ലാവരും എതിർത്തിറാറ് അയാൾക്ക് മറന്നില്ലാത്ത രോഗാണ്ടും ചെന്നറാറ് ബഹുമാനപ്പെട്ട യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മുട്ട യൂസുഫ് നബി അലൈഹി സ്വലാമിന്റെ ആക്രമിച്ച് യൂസുഫ് നബി അലൈഹി സ്വലാമിന്റെ പൊട്ടുക്കെന്ത് കിട്ടങ്കെത്ത മക്ക വന്നിട്ട് യാക്കൂബ് നബിയുടെ ഒട്ടിಗೆ ചൊല്ലാറ് യാ അബാ നസ്തഗ്ഫിർ ലനാ